തസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. എല്ലാവർക്കും സാദര നമസ്കാരം. വേദിയിലിരിക്കുന്ന മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി അവർകൾ, സ്വാമി ഹംസാനന്ദ സ്വാമികൾ, ശ്രീ ഹനുമത് പാദാനന്ദ സ്വാമികൾ, സ്വാമി ആത്മാനന്ദപുരി, സവൃതമണ്ഡലം പാലക്കാട് ആചാര്യനായിട്ടുള്ള ശ്രീ സുധാകർ ബാബു, ശ്രീധരൻ നമ്പൂതിരി, ശ്രീ സുരേഷ് ബാബു, ശ്രീ മുരളീകൃഷ്ണൻ, സദസ്സിലിരിക്കുന്ന സജ്ജനങ്ങളെ, ആദ്യം തന്നെ ഈയൊരു മഹത്തായ ചടങ്ങിൽ എത്തിച്ചേരാൻ സാധിച്ചതിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ യാഗം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഗായത്രി മന്ത്രം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആണ് ഈ ഒരു ചടങ്ങ് ഇവിടെ വിഭാവനം ചെയ്തിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തത്വങ്ങളും അല്ലെങ്കിൽ ഹൈന്ദവ ആചാരങ്ങളും ഹൈന്ദവ ചിന്തകളും സാധാരണക്കാരിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. അതിന് ഒരു മാറ്റം വരിക എന്ന ഉദ്ദേശത്തോടു കൂടി ഭാരതത്തിലെ തന്നെ സന്യാസ സമൂഹങ്ങൾ മുൻകൈയെടുത്ത് വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് നടന്ന പ്രയാഗ്രാജിലെ മഹാകുംഭമേള, തിരുനാവായിൽ നടന്ന മഹാമാഘം, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ ഒരു ഉണർവിന് പ്രചോദനമായിട്ടുണ്ട് എന്നുള്ളത് ഓർക്കേണ്ട ഒരു സംഗതിയാണ്. ഈ സമയത്ത് ഈ ആശ്രമത്തിൻ്റെ സ്ഥാപകനായിരുന്ന സ്വാമി നിരുപമാനന്ദ തീർത്ഥ സ്വാമികളെ ആദരപൂർവ്വം ഞാൻ സ്മരിക്കുകയാണ്. ഒരുപക്ഷെ ഒരു കോയിൻസിഡൻസ് ആവാം, ഗായത്രി മാതാ ആശ്രമം എന്ന പേര് അന്ന് തന്നെ അദ്ദേഹം സങ്കല്പത്തിൽ ഇട്ടതും ഇന്ന് ആ ഗായത്രി മാതാ ആശ്രമത്തിൽ ഇത്ര ഗംഭീരമായ രീതിയിലുള്ള ഒരു ഗായത്രി മഹായാഗം ഈ സജ്ജനങ്ങളുടെയും മഹത്തുക്കളുടെയും സാന്നിധ്യത്തിൽ നടക്കുന്നു എന്നുള്ളത് തീർച്ചയായും ഒരു ആകസ്മികതയാവാം. ആ ആകസ്മികത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അനുകൂല ഊർജമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്വാമി നിരുപമാനന്ദ തീർത്ഥ സ്വാമികളുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ കൂപ്പുകൈയർപ്പിക്കുകയാണ്. ഒരുപക്ഷെ നമ്മളുടെ വിശ്വാസമനുസരിച്ച്, ഭാരതീയ സംസ്കൃതി ആ ഒരു വിശ്വാസമനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ആത്മാവ് എവിടെയോ നിന്നത് കണ്ട് സന്തോഷിക്കുന്നുണ്ടാവാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉണ്ടാവും, ഉറപ്പാണത്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നുകൂടി പറയാനുണ്ട്. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഭാരതീയ സംസ്കൃതിയെയും നമ്മളുടെ വിശ്വാസങ്ങളെയും ഏതെല്ലാം വിധത്തിൽ ഹനിക്കാൻ പറ്റുമോ, ഇകഴ്ത്താൻ പറ്റുമോ എന്നെല്ലാം പല വിധത്തിലുള്ള ശ്രമങ്ങൾ നൂറ്റാണ്ടുകളായി കാലാകാലങ്ങളായി നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിനെല്ലാം അതിജീവിച്ച ഒരു സംസ്കൃതിയാണ് ഹൈന്ദവ സംസ്കൃതി എന്നുള്ളത്. ഹിമാലയ പർവ്വതവും അവിടെയുള്ള യതിവര്യന്മാരും ഉള്ളിടത്തോളം കാലം നമ്മുടെ ഭാരതത്തിനെ, ഹൈന്ദവ ശക്തിയെ, ഹൈന്ദവ ചിന്തകളെ നശിപ്പിക്കുവാൻ ഒന്നിനും സാധിക്കില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാവണം. ഞാനൊരു സ്വാഭിമാന ഹിന്ദുവാണ് എന്ന് പറയാനുള്ള ഒരു ധൈര്യം, ആ ഒരു വാക്ക് ഞാൻ ഉപയോഗിക്കാനുള്ള കാരണം പലപ്പോഴും ഞാൻ ഹിന്ദുവാണ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിൽ മോശമാണോ എന്നുള്ളൊരു ചിന്ത പലർക്കുമുണ്ട് എന്നുള്ളൊരു കാലഘട്ടം കൂടെയാണ്. കാരണം അതൊരു ബുദ്ധിജീവി ലക്ഷണമല്ല. ഹിന്ദു എന്ന് പറഞ്ഞാൽ അത് വേറൊരു ആ ഒരു രാഷ്ട്രീയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. എൻ്റെ കർത്തവ്യം ഈ ഒരു ചടങ്ങിന് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്.
ഞാൻ അതിലേക്ക് കടക്കുകയാണ്. ഈ യജ്ഞത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ഏകദേശം ഒരു 3 മാസം മുമ്പാണ് ഇങ്ങനെ ഒരു പദ്ധതി സ്വാമി ഹംസാനന്ദപുരി സ്വാമികളുടെ ആ ഒരു ചിന്തയിൽ ഉണ്ടായതും നമ്മളെല്ലാവരും കൂടി ഒരു യോഗം ചേർന്ന് ഇതിനുള്ള തീരുമാനങ്ങൾ എടുത്തതും അതിന്ന് സാഫല്യത്തിലേക്ക് എത്തുകയാണ്. ഇവിടെ വേദിയിൽ എത്തിയിരിക്കുന്ന എല്ലാ മഹത്തുക്കൾക്കും സ്വാഗതം ആശംസിക്കുവാൻ വേണ്ടി ആണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇന്നലെ കാലടിയിലായിരുന്നു സ്വാമി ആനന്ദവനം ഭാരതി അവർകളുണ്ടായിരുന്നു. ഇന്നലെ ശ്രീശങ്കര ജയന്തിയായിരുന്നു. അത് കഴിഞ്ഞ് അവിടുത്തെ ചടങ്ങുകളും കർമ്മങ്ങളും കഴിഞ്ഞ് രാത്രി തന്നെ അദ്ദേഹം ഇവിടെ എത്തി. വലിയൊരു ദീർഘയാത്ര കഴിഞ്ഞ് കൃത്യസമയത്തിന് ഞാൻ അദ്ദേഹം ഇവിടെ എത്തി. നമ്മുടെ അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ ഗ്രാമക്ഷേത്രത്തിൽ വെച്ച് അദ്ദേഹത്തിന് സ്വീകരണം നൽകി. അവിടെ നിന്ന് ആനയിച്ചിങ്ങോട്ട് കൊണ്ടുവന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മളെ അനുഗ്രഹിക്കുവാനായി ഇവിടെ എത്തിയിരിക്കുന്ന മഹാമണ്ഡലേശ്വർ, ഭാരതത്തിലെ തന്നെ അതിപുരാതനമായിട്ടുള്ള സന്യാസ സമൂഹമായ ജൂന അഖാഡയുടെ പരമാചാര്യനായിട്ടുള്ള മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി അവർക്ക് നമ്മുടെ ഗ്രാമത്തിൻ്റെയും നമ്മുടെ ഈ ഒരു ചടങ്ങിലേക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ നമസ്കരിക്കുന്നു. ഇവിടെ അനുഗ്രഹ പ്രഭാഷണം നടത്തുവാൻ എത്തിയിരിക്കുന്നത് സ്വാമി ഓംകാരാനന്ദ തീർത്ഥ സ്വാമിജി. അദ്ദേഹം നമ്മളെ വയനാടുകാരെ സംബന്ധിച്ചിടത്തോളം സുപരിചിതനാണ്. അദ്ദേഹത്തിന് വളരെ ഹൃദയംഗമായി അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്വാമി ഹനുമത് പാദാനന്ദ സരസ്വതി സ്വാമിജികൾ വണ്ടൂർ, അദ്ദേഹത്തിൻ്റെ ആശ്രമം. കുറേ ദിവസമായി അദ്ദേഹം ഇവിടെ നമ്മൾക്ക് വേണ്ടുന്ന ഉപദേശങ്ങളും നമ്മൾക്കുള്ള പ്രചോദനവും നൽകിക്കൊണ്ട് നമ്മളുടെ കൂടെ തന്നെ ഉണ്ട്. അദ്ദേഹത്തിന് ഈ യോഗത്തിലേക്ക് ഈ ഔപചാരികമായിട്ട് സ്വാഗതം ആശംസിക്കുകയാണ്. അടുത്തതായി നമ്മൾക്ക് ഇവിടെ എത്തിയിരിക്കുന്നത് ശ്രീ സുധാകർ ബാബുജി അവർകൾ, പാലക്കാട് സൗഹൃദ മണ്ഡലം എന്നുള്ള ഒരു ഇതിൻ്റെ ആചാര്യനാണ്. അദ്ദേഹമാണ് നമ്മൾക്ക് വേണ്ടുന്ന ഈ മന്ത്രങ്ങളും എല്ലാം ചെയ്ത് പറഞ്ഞു തന്ന് നമ്മളെ കൊണ്ട് ഈ യാഗം ചെയ്യിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഈ യോഗത്തിലേക്ക് ഹൃദയമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വന്നിരുന്നു ബ്രഹ്മകുമാരീസ് സ്ഥാപനത്തിൻ്റെ ബഹൻജിയായിട്ടുള്ള ഷീല ബഹൻജി വന്നിരുന്നു. ചെറിയൊരു അനാരോഗ്യം കാരണം അവർക്ക് യോഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്നറിയിച്ചു. അവർക്ക് യോഗത്തിലേക്കല്ലെങ്കിലും ഇവിടെ വന്നതിന് അവരെ മാതാജിയെ ബഹൻജിയെ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി ശ്രീധരൻ നമ്പൂതിരി എളമനയില്ലം, ഇവിടെ വിവിധ പൂജകളുടെ കാർമ്മികത്വം വഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അദ്ദേഹത്തിന് യാഗ കമ്മിറ്റിയുടെ പേരിൽ ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ്. ശ്രീ കെ ജി സുരേഷ് ബാബു ധർമ്മജാഗരൺ കേരളം അതിൻ്റെ അധ്യക്ഷനാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. ശ്രീ മുരളീകൃഷ്ണൻജി ഇവിടെയുണ്ട്. അതുപോലെ ഇതിലെ സംഘാടകർ പലരുണ്ട്, പ്രവർത്തിക്കുന്നവർ പലരുണ്ട്. ക്ഷമിക്കണം, ശ്രീമതി മീനാക്ഷി അമ്മ, നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിത ആയിട്ടുള്ള കളരിയുടെ ഈ അടുത്ത കാലത്ത് ഭാരതത്തിൻ്റെ ഒരു വിശിഷ്ട ആദരവ് ഏറ്റുവാങ്ങിയ പത്മശ്രീ ശ്രീമതി മീനാക്ഷി അമ്മയാണ് നമ്മൾക്ക് ഇവിടെയുള്ളത്. ആ അമ്മയ്ക്ക് ഹൃദ്യമായ രീതിയിൽ സ്വാഗതം ആശംസിക്കുകയാണ്. അടുത്തതായി നമ്മുടെ കൂടെ ഇരിക്കുന്നത് ശ്രീ ആത്മാനന്ദ സ്വാമി അവർകൾ. കുറേ ദിവസമായി നമ്മളുടെ കൂടെ തന്നെയുണ്ട്. വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നൽകി നമ്മളുടെ കൂടെയുണ്ട്. അദ്ദേഹത്തിനും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന യാഗം ചെയ്യാൻ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോ വ്യക്തികളെയും സ്വാഗതം ആശംസിക്കുകയാണ്. ചിന്മയ മിഷൻ്റെ അഭയാനന്ദ സ്വാമിജി ഇവിടെ രാവിലെ സ്വാമിജിയെ സ്വീകരിക്കുന്ന സ്ഥലത്തുണ്ടായിരുന്നു. ഇപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടില്ല. അദ്ദേഹം ഇവിടെ എത്തിച്ചേരും. അഭയാനന്ദ സ്വാമിജിക്കും
ഹൃദ്യമായ ഭാഷയിൽ സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ ഇന്നലെ പറഞ്ഞത് മാതിരി നമ്മളുടെ വീട്ടിലെ ഒരു ചടങ്ങാണ് എന്ന് കണ്ടതുകൊണ്ട് ഇന്നൊരു ദിവസമല്ല, എല്ലാ ദിവസവും നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യം ഇവിടെ ഉണ്ടാവണം. പല വിധത്തിലുള്ള സഹായങ്ങൾ നമ്മൾക്കിവിടെ ആവശ്യമുണ്ട്. കാരണം വെറും ഒരു കമ്മിറ്റി മാത്രം വിചാരിച്ചാൽ നടത്താവുന്ന ഒരു കാര്യമല്ല ഇവിടെ നടക്കുന്നത്. കാരണം ഇവിടെ വിപുലമായ രീതിയിൽ നമ്മളിവിടെ എത്ര പെട്ടെന്നാണ് ഇവിടുത്തെ അന്തരീക്ഷം മാറിയിട്ടുള്ളതെന്ന് സ്ഥിരമായിട്ട് ഇവിടെ വന്ന് ചേർന്നിരിക്കുന്ന ഓരോ ആൾക്കാർക്കും നമ്മൾക്ക് മനസ്സിലാവും. കാരണം ഇവിടെ ഒരു ദൈവികത നിറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നമ്മൾക്കത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കണം എന്നുള്ളത് നമ്മളുടെ ഒരു പ്രതിജ്ഞയായിരിക്കണം. കാരണം നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതും നമ്മൾ ഓർക്കണം. കാരണം ഇത് അവസാനത്തെ ബസ്സാണ്. എപ്പോഴും പറയാം, ആ ബസ് നമ്മൾ മിസ് ചെയ്യരുത്. ആ ബസ്സിൽ നമ്മൾ കയറി യാത്ര ചെയ്യണം. ഇതിനുള്ള യാത്രയിൽ നമ്മളെല്ലാവരും ഓരോരുത്തരും കൈകോർത്ത് ഉള്ള യാത്രയാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതെല്ലാവിധ പ്രകൃതിയുടെ സഹായം നമ്മൾക്ക് ആവശ്യമുണ്ട്. നമ്മളുടെ കൂട്ടായ ഒരു പ്രാർത്ഥന തന്നെ വേണം. കാരണം ഇത് വേനൽ മഴയുടെയൊക്കെ ഒരു കാലഘട്ടമാണ്. പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവാം. ഒന്നുമില്ലാതെ വളരെ നല്ല രീതിയിൽ നമ്മുടെ യജ്ഞം, യാഗം, മറ്റ് സംഗതികളെല്ലാം പല വിധത്തിലുള്ള മീറ്റിങ്ങുകൾ ഇവിടെ നടക്കാനുണ്ട്, സെഷനുകൾ നടക്കാനുണ്ട്. എല്ലാം ഗംഭീരമായിട്ട് നടക്കുവാൻ വേണ്ടി ഓരോരുത്തരും ഹൃദയത്തിൻ്റെ ആ ഉൾത്തട്ടിൽ നിന്നുള്ള പ്രാർത്ഥന ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും, ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. പല വിധത്തിൽ ദൂരെ നിന്നെല്ലാം പല ആശ്രമങ്ങളിൽ നിന്ന് വന്നവരുണ്ട്, ഇവിടെ സേവനം ചെയ്യുന്ന ആൾക്കാരുണ്ട്. എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഇതിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുവാൻ വേണ്ടി ശ്രീ ഹംസാനന്ദപുരി സ്വാമി അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി. നമുക്ക് നമ്മളെയുള്ളൂ എന്ന ഓർമ്മപ്പെടുത്തലിലൂടെ സ്വാഗതം ആശംസിച്ച തുടർന്ന് ഈ വേദിയിലേക്ക് ഔപചാരിക അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നത് സ്വാമി ഹംസാനന്ദപുരി സ്നേഹപൂർവ്വം ക്ഷണിക്കട്ടെ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനെ വ്യോമവദ് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. പൂജനീയ മഹാമണ്ഡലേശ്വർജി, അതുപോലെ ഓങ്കാരാനന്ദ സ്വാമികൾ, ആത്മാനന്ദ സ്വാമികൾ, ഹനുമൻ പാദാനന്ദ സ്വാമികൾ, മറ്റ് വിശിഷ്ടരായ ആചാര്യന്മാർ, അതുപോലെ നമ്മൾക്ക് ഈ യജ്ഞം നിർവഹിപ്പിക്കാൻ നമ്മളുടെ കൂടെയുള്ള യജ്ഞാചാര്യൻ സുധാകർ ബാബുജി, അതുപോലെ ഈ ഒരു പരിപാടി ആലോചന ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളോട് കൂടെ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നുകൊണ്ട് ഇപ്പം ഇന്നും ഇതിൻ്റെ പ്രാഥമികമായ പൂജാവിധാനങ്ങൾ ചെയ്ത സിരിധൻ തന്ത്രി അവർകൾ, അതുപോലെ സുരേഷ് ബാബുജി, അതുപോലെ ഈ ഒരു കാര്യപരിപാടിയുടെ ഈ ഒരു യാഗത്തിൻ്റെ ചെയർമാൻ സ്ഥാനം അലങ്കരിക്കുന്ന ജയപ്രകാശ് ജി, അതുപോലെ അതിഥിയായി നമ്മളുടെ കൂടെ എത്തിച്ചേർന്ന മീനാക്ഷി അമ്മ, അതുപോലെ ഇപ്പോൾ രാവിലെ വന്നു ഷീലാ ബഹിൻജി വന്നു, അഭയാൻ സ്വാമികൾ വരാനുണ്ട്. ഇങ്ങനെ വയനാട് ജില്ലയ്ക്ക് അകത്തും പുറത്തുമുള്ള എല്ലാ ആചാര്യന്മാരുടെയും പാദങ്ങളിൽ നമസ്കരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട് വാസ്തവത്തിൽ നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ. ഈ ഒരു കാര്യം നിർവഹിക്കാൻ വേണ്ടി വാസ്തവത്തിൽ 2 വർഷം മുമ്പാണ് ഇങ്ങനെ ഒരു ചിന്ത ആദ്യമായിട്ട് ഈ മാരിയമ്മൻ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഒരു ബാലഗോകുലത്തിൻ്റെ മീറ്റിംഗ് ഉള്ള സമയത്ത് നമ്മൾ ഈ ഗായത്രി മാതാ ആശ്രമം പുനരുജ്ജീവിപ്പിക്കണം, അതിനുവേണ്ടി നമുക്കവിടെ ഒരു ഗായത്രി യജ്ഞം നടത്തിയാലോ എന്നുള്ളൊരാലോചന പങ്കുവച്ചത്. അന്ന് ആ മീറ്റിങ്ങിലുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ വയനാട്ടിലായതുകൊണ്ട് ഇന്ന ദിവസം നടത്തണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. സമാജത്തിൽ ചിന്തകൾ പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുക, സമാജത്തിൽ നമ്മൾ എന്താണോ സമാജം ഏത് തരത്തിലേക്കാണോ ചിന്തിക്കേണ്ടത് ആ ചിന്തകളെ പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഞങ്ങളെപ്പോലുള്ള ആചാര്യന്മാരുടെ ഒരു പ്രധാന ദൗത്യം എന്ന് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരുമാണ് പ്രവർത്തിക്കേണ്ടത്. ഭാഷ്യകാരൻ പറയും 2 വിധ ആളുകളുണ്ട്. ഭാഷ്യകാരൻ എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യ സ്വാമികൾ. 2 വിധ ആളുകളുണ്ട്. ഒന്ന് പ്രവൃത്തിധർമ്മികൾ, മറ്റൊന്ന് നിവൃത്തിധർമ്മികൾ. ഇപ്പം നിവൃത്തിധർമ്മികളായ ഞങ്ങൾക്ക് പ്രവൃത്തി കൊണ്ടൊരു നിവൃത്തിയില്ല എന്നുള്ളതാണ് സത്യം. കാരണം പ്രവൃത്തിധർമ്മം ചെയ്യേണ്ട ആളുകൾ
നിവൃത്തരായിട്ടിരിക്കുന്ന അവസ്ഥയാണ്. അതുപോരാ. നമ്മുടെ ധർമ്മത്തിൽ 2 മാർഗമാണ്. ഒന്ന് ജനിക്കേണ്ടാത്ത മാർഗം, രണ്ടാമത്തത് ജനിച്ചാലും കൊള്ളാം എന്നുള്ള മാർഗം. പക്ഷേ അതെനിക്ക് ഓർമ്മ ഉണ്ട് എന്നോ പറഞ്ഞത്. അപ്പം സ്വാമിജിയുടെ ഒരു ഐഡിയ അതായിരുന്നു, നമ്മുടെ ധർമ്മത്തിൽ പുതിയ തലമുറ കുട്ടികൾ തൊട്ട് നമ്മുടെ വൈദിക ആശയങ്ങൾ പഠിക്കുന്ന ഒരു തലത്തിലേക്ക് ഉണ്ടാവണമെന്നാണ്. പക്ഷേ കാലം കൊണ്ടോ അല്ലെങ്കിൽ പരിസ്ഥിതി കൊണ്ടോ ഒക്കെ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. എന്നാലും അതിനുതകുന്ന എല്ലാ കാര്യങ്ങൾക്കും ഉതകുന്ന ഒരടിത്തറ, പ്ലാറ്റ്ഫോം, മണ്ണ് ഇവിടെ നേടിയിട്ടാണ് അദ്ദേഹം പോയത്. മണ്ണില്ലാത്തവൻ്റെ കാര്യം എന്താണെന്ന അവസ്ഥ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കൂടെ പറയുന്നു, മണ്ണ് നഷ്ടപ്പെടുത്തരുതേ. രാമൻ പെണ്ണ് നഷ്ടപ്പെട്ടവനാണ്, പാണ്ഡവർ മണ്ണ് നഷ്ടപ്പെട്ടവരായിരുന്നു. അന്ന് മണ്ണും പെണ്ണും നേടിയെടുക്കാൻ കഴിയുന്ന തരത്തിൽ രാജഭരണവും അധികാരത്തിൻ്റെ ശക്തിയും നേടിയെടുക്കാൻ കഴിയുമായിരുന്നൊരു കാലമായിരുന്നു. ഇന്നതല്ല. ഇന്ന് ജനാധിപത്യ രാജ്യമാണ് നമ്മുടേത്. മണ്ണും പെണ്ണും നഷ്ടപ്പെട്ടാൽ നമുക്ക് പിന്നെ നേടിയെടുക്കാൻ കഴിയും തോന്നുന്നില്ല. അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ കുടുംബങ്ങളോടും പറയുന്നത് മണ്ണും പെണ്ണും നഷ്ടപ്പെടുത്തരുതെന്നാണ്. പെണ്ണെന്ന് പറഞ്ഞാൽ ഈ പെണ്ണല്ല, പെണ്ണ് നമ്മുടെ സംസ്കൃതിയാണ്. സീത നമ്മുടെ സംസ്കൃതിയുടെ അടയാളമാണ്. അതുകൊണ്ടാണ് രാമൻ സീതയെ പിടിച്ചുകൊണ്ട് ഇവിടെ സ്ഥാപിച്ചത്. നഷ്ടപ്പെടുത്തേണ്ട ഒന്നല്ല സീത, എന്നും കൂടെ നിർത്തേണ്ടവളാണ് സീത. അതുപോലെ തന്നെ മണ്ണ് നമ്മളുടെ നിലനിൽപ്പും പെണ്ണ് നമ്മളുടെ പുരോഗതിയുടെയും ആശയമായിട്ട് ചിന്തിച്ചു നോക്കൂ, നമുക്ക് മനസ്സിലാവും. ഇവിടെ ഈ ഒരു ഗായത്രി മാതാ ആശ്രമം സ്വാമിജിയുടെ സമാധിയുടെ ദിനം തൊട്ട് നോക്കാനുള്ള ഒരു പ്രേരണയും അതിനുള്ള ഒരു തയ്യാറും നടന്നു. അങ്ങനെ അതിനൊരു നിമിത്തമായി വർത്തിക്കേണ്ടി വന്നു. അന്ന് മുതൽ ഇവിടെ ഈ കാര്യങ്ങൾ നോക്കുന്നുണ്ട് കഴിയുന്ന രീതിയിൽ. പക്ഷേ ഇത്തരത്തിലൊരു വലിയ പരിപാടി ആസൂത്രണം ചെയ്യാനുള്ള ധൈര്യം അന്നും ഉണ്ടായില്ല. സത്യം പറഞ്ഞാൽ ക്രമേണയാണ് ആ ധൈര്യത്തിലേക്ക് വന്നത്. ഇപ്പോഴും ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. എന്നെപ്പോലത്തെ ആളുകളുടെ ധൈര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഗുരു പരമ്പര മാത്രമാണ്, വേറെ ഒരു ധൈര്യമില്ല. ജനങ്ങളുമല്ല ഞങ്ങളുടെ ശക്തി, ആ പരമ്പരയാണ്. ആ പരമ്പരയുടെ കണ്ണിയുടെ ബലമാണ് ഞങ്ങളുടെ ശക്തി എന്ന് എല്ലാവരുടെ മുമ്പിലും തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും കൊള്ളാം, നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്ന ഈ ഒരു അവസരം നമ്മളുടെ വയനാട്ടിലെ ഒരു പൊതുജീവിതത്തിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒക്കെ ഒരു അവസരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടി പറയാം. അതിതാണ്, ഇന്ന് നമ്മളെല്ലാവരും വീഡിയോ എടുത്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു, എല്ലാവർക്കും സെൻഡ് ചെയ്ത് അടുത്ത യജ്ഞമാവുമ്പോഴേക്കും ഇവിടെ ആളെത്തണം. നാളത്തെ യജ്ഞത്തിന് ഇതിൻ്റെ ഇരട്ടി ആളുകൾ ഉണ്ടായിരിക്കണം. അപ്പം നമുക്ക് യജ്ഞകുണ്ടം ചിലപ്പോൾ അവിടെ ആവില്ല, അപ്പം നമ്മളിവിടെ സെറ്റ് ചെയ്യാം. അല്ലാണ്ട് എന്താ, ആ തരത്തിൽ നമ്മളെല്ലാവരും ഇതിന് വളരെ അഹോരാത്രം പ്രവർത്തിച്ചവർക്ക് തുണയായി ഈ ഒരു കാര്യത്തിന് അഹോരാത്രം പ്രവർത്തിക്കാൻ നാമമാത്രമായ ആളുകളെ ഉണ്ടായിട്ടുള്ളൂ. അവരോടുള്ള ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്താതിരിക്കാൻ വയ്യ. നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യം, ഇവിടെ നിന്ന് പോകുന്ന ഓരോരുത്തരും നമ്മൾ വരുന്ന ദിവസം വളണ്ടിയേഴ്സ് ആവാൻ തയ്യാറുള്ള ദിവസം രേഖപ്പെടുത്തണം, എത്ര സമയമുണ്ടാവുന്നു എന്ന് രേഖപ്പെടുത്തണം. അപ്പോഴാണ് നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവുകയുള്ളൂ. യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിച്ചു ചേർന്ന് ചെയ്യുന്ന സത്കർമ്മങ്ങളാണ്. സഹവർത്തിത്വേന ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്കാണ് യജ്ഞം എന്ന് പറയുന്നത്. ആ തരത്തിൽ നമുക്ക് ഇതൊരു യജ്ഞഭാവനയോടുകൂടി ഈ യജ്ഞത്തെ ഒരു മഹായാഗമാക്കി തീർക്കാൻ സാധിക്കട്ടെ. എന്തായാലും ഈ ഒരു ആശ്രമവും ഈ ഒരു പ്രദേശവും ഇതോടുകൂടി, ഈ പ്രദേശം മാത്രമല്ല ഈ വയനാട് ജില്ല തന്നെ ഈ ഒരു യജ്ഞത്തോടുകൂടി വലിയൊരു പരിവർത്തനത്തിന് വിധേയമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമല്ല. ഇവിടെ വരുമ്പോൾ പല ആൾക്കാരും വന്നപ്പോൾ അയ്യോ ഇതാ സ്ഥലമാണെന്ന് തോന്നണില്ല കേട്ടോ സ്വാമിജിന്ന് എത്രയോ പേര് പറഞ്ഞു എന്നോട് തന്നെ. എനിക്കെന്നെ തോന്നിയിട്ടുണ്ട്. ഈ പണിയൊക്കെ കഴിഞ്ഞ് പുറത്തു പോയിട്ട് വരുമ്പോൾ ഇതേത് സ്ഥലത്താണ് ഞാൻ വന്നതെന്ന് എനിക്കെന്നെ തോന്നുന്നുണ്ട്. എന്തായാലും നിങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. നിങ്ങളില്ലെങ്കിലും നമ്മൾ പോകും. നിങ്ങൾ വന്നാൽ നമുക്ക് ഒരുമിച്ച് പോകാം. അല്ല, നിങ്ങൾ പോകുന്ന ബസ്സിനെ പുറമേ നോക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കും, നിങ്ങൾക്ക് ആ സുഹൃതയുള്ളൂ. ഇത്രയും പറയുകയാണ്. എന്തായാലും ഒരു ഔപചാരികമായൊരു അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നു എന്ന് മാത്രം. ഗുരുക്കന്മാരുടെ താഴെ ഇരിക്കേണ്ട ആൾ എന്നുള്ള നിലയ്ക്ക് ഔപചാരികതയ്ക്ക് വേണ്ടി ഒരു അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നു എന്ന് മാത്രം.
വളരെ ഭാഗ്യവാന്മാരാണ് നമ്മൾ വാസ്തവത്തിൽ. ആനന്ദവനം ഭാരതി സ്വാമികളോടൊക്കെ ഈ കാര്യം പറഞ്ഞ സമയത്ത് എത്ര സന്തോഷത്തോടും സ്നേഹത്തോടു കൂടിയുമാണ് എന്നറിയാമോ അവരിതിനൊക്കെ സമ്മതിച്ചത്. നമ്മുടെ വയനാട്ടിൽ വലിയ കാര്യങ്ങൾ ചെയ്യണം, വലിയ കാര്യങ്ങൾ ചെയ്ത് കാണണം എന്നാഗ്രഹിക്കുന്ന വലിയൊരു ഗുരു പരമ്പര നമ്മുടെ മുമ്പിലുണ്ട്. എന്നിട്ടും നമ്മൾക്കത് മനസ്സിലാവണില്ലല്ലോ എന്നാണ്. കേട്ടിട്ടില്ലേ ഒരു കഥ? ഞാൻ കോഴിയല്ല എന്നെനിക്ക് മനസ്സിലായി, പക്ഷേ ഞാൻ കോഴിയല്ല എന്ന് കുറുക്കന് മനസ്സിലായിട്ടുണ്ടാവുമോ എന്ന് ചിന്തിക്കുന്ന തരത്തിലാണ് നമ്മൾ. നമ്മുടെ ആത്മവീര്യം, ആത്മബലം, അതിൽ നിന്ന് കൊണ്ട് നമുക്ക് ഉയരാൻ സാധിക്കണം, നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. നാം തളരേണ്ടവരല്ല. നാം തളർന്നാൽ തളരുന്നത് നമ്മളല്ല. നാം പരാജയപ്പെട്ടാൽ നമ്മളല്ല പരാജയപ്പെടുന്നത്. നാം പരാജയപ്പെട്ടാൽ, നാം തളർന്നാൽ നമ്മുടെ പിതൃപരമ്പരയാണ് തളരുന്നതും പരാജയപ്പെടുന്നതും. പിന്നെ നിങ്ങൾക്ക് തളരാൻ പറ്റുമോ? ഇല്ല. നാം പരാജയപ്പെട്ടാൽ നമ്മളല്ല, നമ്മളുടെ ഗുരു പരമ്പരയാണ് പരാജയപ്പെടുന്നത്. പിതൃ ഗുരു പരമ്പര, ആ പാരമ്പര്യത്തെ കൂടുതൽ ശക്തിയാക്കേണ്ടുന്ന ഉത്തരവാദിത്തം നമുക്കെല്ലാവർക്കും ഉണ്ട്. ശരി, ഇതിൻ്റെ ഒരു ഔപചാരികമായൊരു അധ്യക്ഷ ഭാഷണം നിർവഹിച്ചു എന്ന് മാത്രം. മറ്റെന്തെങ്കിലും ഇടയ്ക്ക് പറയുകയാണെങ്കിൽ അപ്പാവാം. ഈ ഒരു പരിപാടിയുടെ ഉദ്ഘാടന ഭാഷണത്തിനായി പൂജ്യ സ്വാമിജിയെ ക്ഷണിക്കുകയാണ്. ഗായന്തം ത്രയയതേ ഇത് ഗായത്രി എന്ന വിഖ്യാതമായ ഗായത്രി മന്ത്രത്തിനെ വയനാട്ടിലെ സജ്ജനങ്ങൾക്ക് അറിയാനും അറിയിക്കാനും പഠിക്കാനും പഠിപ്പിക്കാനുമായി ഒരു വേദിയൊരുക്കി തന്ന് നമ്മളെ അനുഗ്രഹിച്ച് സംസാരിക്കുന്നതിനായി ഇവിടെ എത്തിയ മഹാമണ്ഡലേശ്വര സംപൂജ്യ ആനന്ദവനം ഭാരതി സ്വാമികളെ ഈ ചടങ്ങിൻ്റെ ഔപചാരിക ഉദ്ഘാടന ഭാഷണത്തിനായി ക്ഷണിക്കുകയാണ്. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ഈ മഹായജ്ഞത്തിന് ആചാര്യത്വം വഹിക്കുവാനായി എത്തിച്ചേർന്ന എല്ലാ സാധുസന്ത മഹാത്മാക്കളുടെയും ആചാര്യശ്രേഷ്ഠരുടെയും ഗുരുപരമ്പരയുടെ പദാരവിന്ദങ്ങളിൽ ഓ നമോ നാരായണ പൂർവകമായി നമസ്കരിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സാധകർക്കും സജ്ജനങ്ങൾക്കും നമസ്കാരം. നമ്മളേത് കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ ബാഹ്യമായി ഇപ്പോൾ നമ്മളെല്ലാവരും ചേർന്നുകൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് കാണുമ്പോഴും യഥാർത്ഥത്തിൽ ഇതിപ്പോൾ ചെയ്ത ഒരു കാര്യമല്ല. വളരെ മുമ്പ് പലരുടെയും സങ്കല്പങ്ങളിൽ ചെയ്തു വെച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഒരു വിത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു മഹാവൃക്ഷമുണ്ട്. അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം വരുമ്പോൾ അത് പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. ഗായത്രി മഹായാഗം പോലുള്ള ഒരു വലിയ തപസ്, ഒരു വലിയ യജ്ഞം ഒരു കാലത്ത് ഒരിടത്ത് നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ വലിയ തപസ്വികളായിട്ടുള്ള ആചാര്യന്മാരുടെ, സജ്ജനങ്ങളുടെ ഒരു മഹാസങ്കല്പമുണ്ട്. ഈ ദേശത്തിൻ്റെയും ഈ ദേശത്തിലെ ജനങ്ങളുടെയും അനുഗ്രഹത്തിനായിട്ട്, അവരുടെ ശ്രേയസ്സിനായിട്ട്, അവരുടെ മുന്നോട്ട് പോക്കിനായിട്ട് ഇങ്ങനെയൊരനുഷ്ഠാനം നടക്കണം, നടന്നു കാണണം എന്നാഗ്രഹിച്ച നിരുപമാനന്ദജി അടക്കമുള്ള പൂജ്യ സ്വാമിജി ഇവിടെ
ഗായത്രി മാതാ ആശ്രമം എന്ന് പറയുന്നൊരു കേന്ദ്രം സങ്കല്പം ചെയ്യുന്നത് തന്നെ അതിനു മുമ്പുള്ള നിരവധി ഋഷിമാരുടെ ഒരു സങ്കല്പത്തിൻ്റെ തപസ്സിൻ്റെ തുടർച്ചയായിട്ടാണ്. ആ ഒരു ധ്യാനത്തിൻ്റെ തുടർച്ചയെ അതിൻ്റെ സാക്ഷാത്കാരത്തിലേക്കുള്ള ഒരു ശുഭാരംഭം കുറിക്കുകയാണ് നമ്മളിവിടെ. ഏതൊരു കാര്യത്തിനും നമ്മൾ ക്ഷേത്രം എന്ന് പറയുന്നത് 3 തരത്തിലാണ്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ശരീരം തന്നെയാണ് ക്ഷേത്രം. അതേപോലെ തന്നെ ഈ ഭൂമിയും ക്ഷേത്രമാണ്. ഈ പ്രകൃതിയിലും നമ്മുടെ ശരീരത്തിലുമാണ് ദേവത, മന്ത്രസ്വരൂപിയായിട്ടുള്ള ദേവത നിലനിൽക്കുന്നത്. ഈ പ്രകൃതിയെ ആ അർത്ഥത്തിൽ വിശാലമായിട്ട് ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അകത്തേക്ക് അത്രയും സൂക്ഷ്മമായിട്ട് സഞ്ചരിക്കാനോ നേരിട്ട് സാധിക്കാതെ വരുമ്പോഴാണ് ആ ചൈതന്യത്തെ നമ്മളൊരു വിഗ്രഹത്തിലേക്ക് സങ്കല്പിച്ച് പുറത്ത് ആ ചൈതന്യത്തെ ഉപാസിക്കുന്നതിന് വേണ്ടിയിട്ടൊരു ദേവതാ സങ്കേതം ക്ഷേത്രമായിട്ട് സങ്കല്പിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഏതൊരു കാര്യത്തിനും അതിൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാര്യം മണ്ണൊരുക്കലാണ്. നമ്മൾ ഭൂമിയിൽ ഏത് തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പാണെങ്കിലും ചെയ്യുന്നൊരു കാര്യം ആ മണ്ണിനെ, ആ പ്രകൃതിയെ ആ കാര്യം നടക്കുന്നതിന് വേണ്ടിയിട്ട് സജ്ജമാക്കലാണ്. നമ്മുടെ ശരീരത്തിലാണെങ്കിലും നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിനും മുമ്പ് ചെയ്യുന്നൊരു കാര്യം നമ്മളെ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സജ്ജരാക്കലാണ്. അതിനേറ്റവും പ്രാഥമികമായി വേണ്ടത് യാഗയജ്ഞങ്ങളാണ് എന്നാണ് ഭാരതത്തിലെ ഋഷി പരമ്പര നമ്മളെ ഉപദേശിച്ചിട്ടുള്ളത്. യാഗയജ്ഞങ്ങളാൽ ഏറ്റവും പ്രാഥമികമായി സംഭവിക്കുന്നത് ശുദ്ധീകരണമാണ്. പഞ്ചഭൂതങ്ങളുടെയും ശുദ്ധീകരണം. അത് പ്രകൃതിയിലും ശരീരത്തിനകത്തുമുള്ള പഞ്ചഭൂതങ്ങളുടെയും ശുദ്ധീകരണമാണ് ഒരു യാഗയജ്ഞത്തിലൂടെ സംഭവിക്കുന്നത്. എല്ലാ കാലുഷ്യങ്ങളും എല്ലാ വിഷങ്ങളും എല്ലാ മാലിന്യങ്ങളും എല്ലാം നീങ്ങി ശുദ്ധമായിട്ടുള്ള ഒരു മണ്ണിന്, മനസ്സിന് പുതിയ ഒരു ശക്തിയെ, പുതിയ ഒരു ഊർജത്തെ പെട്ടെന്ന് സ്വീകരിക്കാനും അതിലൂടെ നമ്മുടെ ഇച്ഛയെ ശക്തമായി സാക്ഷാത്കരിക്കാനും കഴിയും. അത്തരത്തിൽ നമ്മുടെ ദേശത്തെ, സമാജത്തെ വലിയ ഒരു ഉണർവിന് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശുദ്ധീകരണമാണ് ഇന്ന് പല ഇടങ്ങളിലായി നടക്കുന്ന എല്ലാ യാഗയജ്ഞങ്ങളിലൂടെയും സംഭവിക്കുന്നത്. ആ മഹാഭാഗ്യം, മഹാപുണ്യം ഈ കാലത്ത്, ഈ സമയത്ത് ഈ ദേശത്തിനും ഇവിടുത്തെ ജനതയ്ക്കും കൈവന്നിരിക്കുകയാണ്. അതിൽ മന്ത്രമാതാവായിട്ടുള്ള ഗായത്രിയെ തന്നെ ഉപാസിച്ചുകൊണ്ടാണ് ഈ യജ്ഞം നടക്കുന്നത്. പൗരാണികമായിട്ട് പ്രകൃതിയുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധം പുലർത്തിയിരുന്ന ലോകത്തെ എല്ലാ ആദിമ ജനതയും സൂര്യാരാധകരായിരുന്നു. സൂര്യനിൽ നിന്നാണ്, സവിതാവിൽ നിന്നാണ് എല്ലാ ശക്തിയും വരുന്നത്, എല്ലാ ഊർജവും വരുന്നത് എന്ന് പൂർവികരായിട്ടുള്ള ആദിമ ജനതയ്ക്ക് മുഴുവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് അവർ സൂര്യനെ ആരാധിച്ചു, എല്ലാ സൃഷ്ടിക്കും ആധാരമായിട്ടുള്ള ആ ശക്തിയെ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് സൃഷ്ടി പുറത്ത് നടന്നാലും ഈ സങ്കല്പം ആണ് യഥാർത്ഥത്തിൽ സൃഷ്ടമാകുന്നത് എന്നുള്ളത് കൊണ്ട്, അത് അക്ഷരരൂപത്തിലാണെന്നുള്ളത് കൊണ്ട് എല്ലാ സ്ഥലത്തെയും സൂര്യോപാസന അക്ഷര ദേവതയായി കൂടി കണ്ടിട്ടായിരുന്നു.
ആ സൂര്യൻ്റെ ഭൂമിയിലെ പ്രതീകമായിട്ടാണ് അഗ്നിയെ കണ്ടത്. അപ്പോൾ ആധുനിക കാലത്തെ ചരിത്ര പുസ്തകങ്ങളിലും പാഠപുസ്തകങ്ങളിലും ഒക്കെ പറയും പഴയ ആളുകൾ തീ കണ്ട് പേടിച്ചു, അതുകൊണ്ട് തീനെ ആരാധിച്ചു തുടങ്ങിയത്. തീ കാണുന്നതിന് മുമ്പേ വെള്ളം കണ്ടിട്ടുള്ള ആൾക്കാരാണ് പഴയ ആളുകളൊക്കെ. അപ്പോൾ അവരകത്ത അഗ്നിയെ ചൂടുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ജീവനുണ്ടോ എന്ന് പറയുക. ആ പ്രാണ ചൈതന്യത്തിന് ആധാരമായിട്ടുള്ള അകത്ത അഗ്നിയെ അതിൻ്റെ പ്രതീകമായിട്ട് പുറത്ത് കണ്ടിട്ടാണ് അഗ്നിയെ ആരാധിച്ചത്. പ്രപഞ്ചത്തിലെ സൂര്യൻ എങ്ങനെയാണോ അതുപോലെ ഈ ഭൂമിയിൽ നമ്മുടെ ശരീരത്തിൽ ഊർജത്തിന് ആധാരമായിട്ടിരിക്കുന്ന സ്രോതസ്സായിട്ട് കണ്ടിട്ട് നമ്മുടെ വേദം ഈ പ്രാചീന ജനതയുടെ ഈ അറിവിനെ വലിയൊരു ശാസ്ത്രീയ പദ്ധതിയിലേക്ക്, ആ ശക്തി ഉണ്ട് എന്നറിയാം, ആ ശക്തിയെ നമ്മൾ നമസ്കരിക്കുന്നു, പക്ഷെ ആ ശക്തിയെ നമുക്ക് അനുഗ്രഹമായിട്ട് എങ്ങനെ സ്വീകരിക്കാം എന്ന് ശാസ്ത്രീയമായിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടാക്കി, അതിന് പറ്റുന്ന അനുഷ്ഠാനങ്ങളുണ്ടാക്കി, അതിന് പറ്റുന്ന ക്രമങ്ങളുണ്ടാക്കി നമുക്ക് തരികയാണ് ഭാരതത്തിലെ ഋഷീശ്വരന്മാർ ചെയ്തത്. അങ്ങനെ ആ പ്രകൃതിയിലെ ശക്തിയെ ഉപാസിച്ചതുകൊണ്ടാണ്, പ്രകൃതീശ്വരിയെ ഉപാസിച്ചതുകൊണ്ടാണ് ലോകത്തെ മറ്റെല്ലാ സ്ഥലങ്ങളിൽ നിന്ന് ഭിന്നമായിട്ട് പൗരാണികമായിട്ടുള്ള ഭാരതത്തിൽ അളവറ്റ സമൃദ്ധി ഉണ്ടായത്, അളവറ്റ സമ്പത്തുണ്ടായത്, അളവറ്റ അറിവുണ്ടായത്. ഈ സൂര്യനും അഗ്നിയും അകത്ത് ജ്വലിച്ച് നിന്നാൽ അസാധ്യമായത് ഒന്നുമില്ല. അതിനേറ്റവും ആധാരമായിരിക്കുന്നത് നമ്മുടെ മേധയാണ്, ബുദ്ധിയാണ്. ഇപ്പം കൈക്കരുത്തുള്ളവനെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കീഴ്പ്പെടുത്താം, പക്ഷേ അറിവിൻ്റെ കരുത്തുള്ളവനെ, മേധാശക്തിയുള്ളവളെ കീഴ്പ്പെടുത്താൻ വളരെ പ്രയാസമാണ്, കീഴ്പ്പെടുത്താൻ കഴിയില്ല. എല്ലായിടത്തും എന്തെങ്കിലുമൊക്കെ ആളുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിയാകുന്ന ശക്തി കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഋഷിമാർ പ്രാർത്ഥിച്ചു തുടങ്ങിയത്, മന്ത്രദേവതയായി ഗായത്രിയെ സ്വീകരിച്ചുകൊണ്ട് സവിതാവിനോട് പ്രാർത്ഥിച്ചു തുടങ്ങിയത് മേധയെ പ്രചോദിപ്പിക്കണം എന്നുള്ളതാണ്. അപ്പം അങ്ങനെ അകത്ത് ജ്വലിക്കുന്ന സൂര്യൻ്റെയും അഗ്നിയുടെയും അനുഗ്രഹം കൊണ്ട് മേധാശക്തിയെ അങ്ങേയറ്റം അനുഗ്രഹമായിട്ട് വളർത്താൻ കഴിഞ്ഞ ഒരാൾക്ക് മുമ്പിൽ ലോകത്ത് അസാധ്യമായിട്ട് ഒന്നുമില്ല. അപ്പം നമ്മുടെ അങ്ങേയറ്റത്തെ ആ ഉത്കർഷതയെ, സാമാന്യമായിട്ട് അസാധ്യമെന്ന് തോന്നുന്ന സാധ്യതകളെ സാക്ഷാത്കരിക്കുന്നതിനുള്ള ഒരു മുന്നൊരുക്കമാണ് നമ്മളിവിടെ നടത്തുന്ന ഗായത്രി ഉപാസന, ഈ ഗായത്രി മഹായാഗമെന്ന യജ്ഞം. ഇതിലൂടെ ഗായത്രി മാതാവിൻ്റെ അനുഗ്രഹം, സവിതാവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തെ പ്രകാശിപ്പിക്കട്ടെ, പ്രചോദിപ്പിക്കട്ടെ. ലോകമാരാധിക്കുന്ന ഉത്കൃഷ്ട വ്യക്തിത്വങ്ങളായി നിങ്ങളുടെ വരും തലമുറയ്ക്ക് മാറാൻ ഈ ദേവതയുടെ അനുഗ്രഹം, ശക്തി, കരുത്ത് പകരട്ടെ. അതിന് ഗായത്രി മാതാവും ഗുരുപരമ്പരയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ യജ്ഞത്തിന് ശുഭാരംഭം കുറിച്ചതായി, ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഭാരതത്തിലെ പ്രാചീനമായ നാഗാസന്യാസി പരമ്പരയുടെ എല്ലാ ആശീസ്സുകളും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കുമായി അർപ്പിക്കുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി. അങ്ങയുടെ വാക്കുകളെ കൊണ്ട് ധന്യമായ ഈ നിമിഷത്തിൽ തുടർന്ന് നമ്മോട് അനുഗ്രഹ ഭാഷണത്തിനായി എത്തുന്നത് സ്വാമി ഓംകാരാനന്ദ തീർത്ഥ സ്വാമിവാദങ്ങളെ ഏറെ ബഹുമാനത്തോടെ ക്ഷണിക്കുകയാണ്. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണേ നമസ്തുതേ.
സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഹരി ഓം. പൂജ്യ മഹാമണ്ഡലേശ്വര സ്വാമിജി ആനന്ദവനം, സ്വാമിജി ഹംസാനന്ദജി, സ്വാമി ആത്മാനന്ദജി, സ്വാമി ഹനുമത് ബാദാനന്ദജി, മറ്റു വ്യക്തികളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും സാദര നമസ്കാരം. ഇന്ന് നമ്മളെ സംബന്ധിച്ചോളം വളരെ വളരെ വിശിഷ്ടമായ ദിവസമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പണ്ടൊക്കെ നമ്മൾ വയനാട്ടിനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ കേരളക്കാർ തന്നെ അക്കാടെ കേട്ടിട്ടുള്ളൂ, മഹാമണ്ഡലേശ്വരം കേട്ടിട്ടുള്ളൂ, കണ്ടിട്ടില്ല. നമ്മൾ വയനാട്ടിലെ കേരളത്തെ ഏറ്റവും പിന്നോക്ക ജില്ലയായ വയനാട്ടിലെ മഹാമണ്ഡലേശ്വരൻ നമ്മുടെ മുന്നെത്തിയിരിക്കുന്നു. ഇത് തന്നെയാണ് നമ്മുടെ ഭാഗ്യം എന്ന് പറഞ്ഞത്. ഏത്? ഈ ഗായത്രി അക്ഷരത്തിൻ്റെ മഹത്വമാണത്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഈ ഗായത്രി നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി തന്നാൽ, നമ്മളെ അനുവർത്തിച്ചാൽ, ഉപാസിച്ചാൽ നമുക്ക് സാധിക്കാത്ത എന്താണ്? ഹംസാന സ്വാമി സൂചിപ്പിച്ചു, പൂജ്യ നിരുപമ സ്വാമി വലിയ സങ്കല്പമുണ്ടായിരുന്നു ഇവിടെ പലതും നിർമ്മിക്കണമെന്ന്. അത് സ്വാമിജിക്ക് വേണ്ടിയല്ല, സ്വാമിജി ആഗ്രഹിച്ചത് സങ്കല്പിച്ചത് അദ്ദേഹത്തിന് വേണ്ടിയല്ല, ഈ സമാജത്തിന് വേണ്ടിയാണ്. ഈ സമാജത്തിന് ആവശ്യമുള്ളപ്പോഴാണ് സംഭവിക്കുക. അദ്ദേഹത്തിന് വേണ്ടി കാനൂറ്റാണ്ട് മുന്നേ ആഗ്രഹിച്ച് ഒരു ആശ്രമം തുടങ്ങി ഇവിടെ. നിറവേറ്റ കാരണം എന്താ വെച്ചാൽ ജനങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. കൊടുക്കാൻ ആളിന്, വാങ്ങാൻ ആൾ വേണ്ടേ? നമ്മളത് തയ്യാറായപ്പോൾ വാസ്തവത്തിൽ ഇവിടെ യത്നം ശരിയായി, മഹാത്മാക്കൾ എത്തിച്ചേർന്നു. ഇനി നമ്മളെ കയ്യിലാണത്. ഗായത്രി ഉപാസന, വേദമാത പറഞ്ഞ ഗായത്രി ഉപാസന കൊണ്ട് നമുക്ക് സാധിക്കാത്ത ഒന്നുമില്ല. മണ്ഡല സ്വാമി സൂചിപ്പിച്ചു, അത് ശക്തി ഉപാസന. നമുക്കില്ലാതെ ശക്തി ഉപാസന ഇല്ല, ആത്മശക്തിയില്ല, ധനശക്തിയില്ല, ഒരു ശക്തിയില്ല, വേറെ കുഴപ്പം നമുക്കില്ല. നമുക്ക് നമ്മുടെ സംസ്കാരത്തിൽ അല്ലെങ്കിൽ നമ്മളെ ഇതിൽ ഇഷ്ടംപോലെ ഉപാസന പദ്ധതിയുണ്ട്, ശക്തി ഉപാസന പദ്ധതിയുണ്ട്. നമ്മൾ ആരാ തടഞ്ഞത്? നമുക്ക് താല്പര്യമില്ല. ശക്തി ഉപാസന കൊണ്ട് മാത്രമേ നമുക്ക് ആധ്യാത്മികം ഭൗതികം ഉയരാൻ കഴിയുള്ളൂ. അതിന് നിമിത്തമാണ് ഇവിടെ വാസ്തവത്തിൽ ഇന്നിവിടെ ഈ തുടങ്ങിയത്. ഈ 5 ദിവസം തുടങ്ങി ഈ യജ്ഞം കൊണ്ട് സാമൂഹിക എന്താ കാര്യം? ഈ സമൂഹത്തിന് വേണ്ടിയാണത്. നമ്മൾ ഓരോന്നും ചിന്തിക്കണം. ഈ യജ്ഞം ഇന്ന് നമ്മൾ പങ്കെടുത്തു, നമ്മളെ പരിചയമുള്ള 10,000 സങ്കല്പിക്കണം. നമുക്ക് വേണ്ടിയല്ല, അവർക്ക് വേണ്ടിയാണത്. അതായത് ഇപ്പോൾ ഈ യജ്ഞം നടത്തുന്ന സാമൂഹിക്ക് വേണ്ടിയല്ലാത്ത പോലെ നമ്മൾ വിളിക്കുന്നത് നമുക്ക് വേണ്ടിയല്ല, അവർക്ക് വേണ്ടിയാണ്. അവർ നമ്മളെല്ലാം കൂടെ സമൂഹമായി. അങ്ങനെ ബോധത്തോടെ, ഈ സമാജ ബോധത്തോടെ സമഷ്ടിക്ക് വേണ്ടി നമ്മൾ ചെയ്യാൻ തയ്യാറാകണം. ഇത് നമ്മുടെ ഭാഗ്യമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ പരമാവധി ഉപയോഗിക്കണം. ഇതിവിടെ നിന്ന് ഹവനം ചെയ്ത് പോയി കൈ കുട്ടികൾ പോയ കാര്യമില്ല. നമ്മൾ അദ്ദേഹം പറഞ്ഞ മന്ത്രം മുടങ്ങാതെ ദിവസം ഒരു ചുരുങ്ങിയത് 7 പ്രാവശ്യം ജപിക്കുക മുടങ്ങാതെ. ഗായത്രി ഉപാസന സാധിക്കാത്തൊന്നുമില്ല. നമ്മളെ ഭൗതികമായും ആധ്യാത്മികം എല്ലാ കാര്യം നടക്കും. ആഗ്രഹമില്ലാത്തവരാണ്. ആഗ്രഹം നിറവേറ്റാൻ നമ്മളാകെ ആഗ്രഹിക്കുന്ന ഈശ്വരനെയല്ലേ. ഈശ്വരൻ വെറുതെ വിളിച്ചുകൊണ്ട് നമ്മൾ അമ്പലത്തിൽ പോകാൻ വഴിപാട് നടത്തുന്നത് എന്താ നടക്കാത്തത്? ഉപാസനയില്ല. ഉപാസന ചെയ്താൽ എല്ലാ കാര്യങ്ങളും നടക്കും. അപ്പോൾ അത് തുടക്കമാകട്ടെ. നമ്മളെ ഈ നാടിൻ്റെ, വയനാടിൻ്റെ തന്നെ ഒരു ആധ്യാത്മിക കേന്ദ്രമായി കൽപ്പറ്റ തീരട്ടെ. കാരണം സ്വാമി സൂചിപ്പിച്ച പോലെ ഇത്ര മഹത്തായ ഒരു യജ്ഞം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ ചൈതന്യം തീർച്ചയായും വ്യാപിക്കാതിരിക്കില്ല, അതിൻ്റെ പ്രഭാവം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ അടുത്തുള്ള കൽപ്പ ചുറ്റുപാടുള്ള ആളുകൾ ചിന്തിക്കേണ്ടത്, ഇത് തുടങ്ങി വെച്ചു, ഈ മുന്നോട്ടത് കൊണ്ടുപോകണം. അത് നിങ്ങളെല്ലാവരും എല്ലാ വിധത്തിലും സഹകരിക്കണം. ഇത് നമ്മുടെ എല്ലാവരും സ്വന്തമായ കാര്യം കണക്കാക്കി പ്രവർത്തിച്ചാൽ മാത്രം മുന്നോട്ട് പോകും. അതിന് തടസ്സമൊന്നുമില്ല. മണ്ഡല സൂചിപ്പിച്ചു, ഈ സങ്കല്പ ശക്തിയാണത്. ഏതൊക്കെ മഹാത്മാക്കളുടെ സങ്കല്പങ്ങളാണത്. അപ്പോൾ നമ്മളെ ഇവിടെ എത്തിപ്പെടുന്ന സങ്കല്പമായിരിക്കും. അപ്പോൾ തീർച്ചയായും നമുക്ക് എല്ലാവർക്കും എല്ലാ വിധത്തിലും മുന്നോട്ട് പോകാൻ ഒരു വഴികാട്ടിയാണ്. നമ്മളെല്ലാവരും തന്നെ അത് പരിശ്രമിക്കണം. ജഗന്മാതാവ് നമ്മളെ എന്നെ അനുഗ്രഹിക്കട്ടെ. ഭൗതികമായും ആധ്യാത്മിക എല്ലാ വിധത്തിലും ഉയർച്ചുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരി ഓം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. നാം പ്രവർത്തിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, മറ്റു തലമുറകൾക്ക് കൂടി ആണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് തുടർന്ന് അനുഗ്രഹ ഭാഷണത്തിനായി എത്തുകയാണ്
സ്വാമി ആത്മാനന്ദപുരി ഏറെ ആദരവോടെ പാദാരവിന്ദങ്ങളെ നമിച്ചുകൊണ്ട് ക്ഷണിക്കുകയാണ് വേദിയിലേക്ക്. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പൂജനീയ മണ്ഡലേശ്വർജി, ആനന്ദവനം സ്വാമിജിയെ, അതുപോലെയുള്ള മറ്റ് സ്വാമിജിമാരുടെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ഗായത്രി മഹായാഗത്തിൻ്റെ വേദിയിലാണ് ഒത്തുകൂടിയിരിക്കുന്നത്. അപ്പോൾ നേരത്തെ സ്വാഗത ഭാഷണത്തിൽ പ്രകാശ്ജി പറഞ്ഞു, ഞാൻ ഹിന്ദുവാണ് എന്ന് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയണം. അങ്ങനെ അഭിമാനത്തോടു കൂടി ഞാനൊരു ഹിന്ദുവാണ് എന്ന് പറയണമെങ്കിൽ എന്താണ് നമുക്ക് വേണ്ടത്? കരുത്ത് വേണം, അല്ലേ? കരുത്തുണ്ടെങ്കിലല്ലേ നമുക്ക് അഭിമാനത്തോടു ഒരു പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ശാരീരികമായ കരുത്ത് ആർജിക്കാൻ നമുക്ക് പല വഴികളുണ്ട്, അല്ലേ? അപ്പോൾ ആന്തരികമായ കരുത്താണ് നമ്മൾ ആർജിക്കേണ്ടത്. അപ്പം അതിനു വേണ്ടിയാണ് നമ്മുടെ പൂർവാചാര്യന്മാരെല്ലാവരും തന്നെ നമുക്ക് ഉപാസനാ പദ്ധതിയെ തന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ഉപാസനാ പദ്ധതികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഉപാസനാ പദ്ധതിയാണ് ഗായത്രി മന്ത്ര ഉപാസന. അപ്പം അതിനുള്ളൊരു അസുലഭമായ അവസരമാണ് നമുക്കിന്ന് വന്നു ചേർന്നിരിക്കുന്നത്. ഇപ്പം ഗുരുപരമ്പരയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു മഹത്തായ ഒരു യാഗം നമുക്കിവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അതിന് നിമിത്തമായ എല്ലാവർക്കും അതിൽ അഭിമാനിക്കാൻ വകയുണ്ട്. അപ്പം കേവലം ഇന്ന് ഒരു 5 ദിവസത്തെ ഈ ഒരു യാഗം കഴിഞ്ഞതോടുകൂടി അത് അവസാനിപ്പിക്കാതെ ഓരോരുത്തരും അവനവൻ്റെ ഒരു അനുഷ്ഠാന പദ്ധതിയായി ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ ആ ആന്തരികമായ കരുത്ത് നമുക്ക് ആർജിക്കാൻ കഴിയും. പൂജ്യ ആനന്ദവനം സ്വാമിജിയും അത് തന്നെയാണ് പറഞ്ഞത്. അപ്പം അതിനുള്ളൊരു നിമിത്തമായി ഈ ഒരു അവസരം നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഇനിയും നമ്മുടെ ഓങ്കാരാൻ സ്വാമിജി പറഞ്ഞു, ഇവിടെ എത്തിപ്പെടാത്ത ഒരുപാട് പേര് ഇനിയുണ്ട്. അപ്പം നമ്മുടെ ചുറ്റുവലയത്തിലുള്ള ആൾക്കാരെയും കൂടി ഇവിടെ എത്തിക്കാനുള്ളൊരു പരിശ്രമം നമ്മൾ നടത്തിയാൽ ഇനിയുള്ള 5 ദിവസങ്ങളിലും ഇപ്പോൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന യാഗകുണ്ഡങ്ങളിൽ പൂർണ്ണമായിട്ടും ഇരുന്ന് യാഗം ചെയ്യാനുള്ള ഒരു അവസരം അവർക്കും കൂടി കിട്ടും. അപ്പോൾ അതിനുള്ളൊരു പരിശ്രമം കൂടി നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഇങ്ങനെ ഒരു ഉപാസനാ പദ്ധതിയിലൂടെ കരുത്താർജിച്ച് ഒരു സ്വാഭിമാന ഹിന്ദുവായി മാറാനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ഗുരുപരമ്പരയും ഭഗവാൻ നമുക്ക് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഹിന്ദുവിൻ്റെ ആത്മാഭിമാന ബോധത്തെ തൊട്ടുണർത്താൻ ഞങ്ങളെ പ്രേരിപ്പിച്ച അങ്ങയുടെ വാക്കുകൾക്ക് ഞങ്ങളുടെ കടപ്പാടറിയിക്കുമ്പോൾ തുടർന്ന് ഈ വേദിയിലേക്ക് എത്തുന്നത് സ്വാമി ഹനുമത് പാദാനന്ദ സരസ്വതി സ്വാമിജിയെ പ്രണാമങ്ങളോടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഓം സദ്ഗുരുഭ്യോ നമഃ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. പ്രിയമുള്ളവരെ, ആദ്യമേ തന്നെ സർവ്വസങ്കല്പങ്ങളും ഭാരതീയ ഋഷിപരമ്പരയുടെ പതകബലങ്ങളിൽ സർവാത്മന സമർപ്പിച്ചുകൊള്ളട്ടെ. സംപൂജ്യ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി സ്വാമിജിയുടെയും മറ്റ് സംപൂജ്യ സന്യാസി ശ്രേഷ്ഠന്മാരുടെയും മഹത്തുക്കളുടെയും ഭക്തജനങ്ങളുടെയും പാദങ്ങളിൽ പ്രണാമം. വയനാടിനെ സംബന്ധിച്ച് ഏറ്റവും മഹത്തരമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഒരു യാഗത്തിനാണ് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ വയനാട് ജില്ലയിൽ സാർവജനികമായിട്ട് ഇത്തരത്തിലൊരു യാഗം ഇതംപ്രഥമമായിട്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്.
എന്നാൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അതിൻ്റെ പ്രാധാന്യത്തെ നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം ഇത്തരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ, മഹനീയമായ രീതിയിൽ, അതിൻ്റെ എല്ലാവിധ ഔന്നത്യത്തോടും കൂടിയിട്ട് ആധ്യാത്മികമായിട്ടുള്ള എല്ലാ ചടങ്ങുകളും ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് എല്ലാ സംപൂജ്യ സന്യാസിവര്യന്മാരുടെയും നേതൃത്വത്തിലും മഹത്തായിട്ടുള്ള ആചാര്യന്മാരുടെ നേതൃത്വത്തിലുമൊക്കെ ഈ ഒരു മഹത്തായിട്ടുള്ള യജ്ഞം നടക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യത്തെ അതിൻ്റെ അർത്ഥതലത്തിലേക്ക്, അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചിന്തിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, 4 നൂറ്റാണ്ടിന് മുമ്പ്, 25 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ആശ്രമം ആരംഭിച്ച സമയത്ത് പൂജനീയ നിരുപമാനന്ദ സ്വാമികൾ സങ്കല്പം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സങ്കല്പം യാഥാർത്ഥ്യമാകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. പക്ഷേ ആ 25 വർഷം മുമ്പ് സ്വാമിജി സങ്കല്പിച്ച സമയത്ത് ജനിച്ചിട്ടില്ലാത്ത ആളുകൾ പോലും ഇന്നിവിടെ ഉണ്ട്. ഇനിയും എത്രയോ തലമുറ ഈ ഭൂമിയിൽ ജനിക്കാനിരിക്കുന്നു. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് പൂജനീയ ഗുരുക്കന്മാർ, ആചാര്യന്മാർ ഇതുപോലെയുള്ള മഹത്തരമായുള്ള സങ്കല്പങ്ങളൊക്കെ നമുക്കായിട്ട് നൽകിയിട്ടുള്ളത്. 15 വർഷം മുമ്പ് ഞാൻ നിരുപമാന സ്വാമിയുടെ കൂടെ ഒട്ടനവധി സമയങ്ങളിൽ ഇവിടെ ചിലവഴിച്ചിരുന്നു. അന്നെല്ലാം അദ്ദേഹം പറയുമായിരുന്നു, ഇവിടുത്തെ ഒട്ടനവധി പദ്ധതികൾ, നടത്തേണ്ട കാര്യങ്ങളെക്കുറിച്ചും വരും തലമുറയുടെ വയനാട് ജില്ലയിലെ ആളുകളുടെ ആധ്യാത്മികമായിട്ടുള്ള ഒരു ആശാകേന്ദ്രമായിട്ട് ഈ ആശ്രമം മാറണമെന്നുമുള്ള വലിയൊരു സങ്കല്പം അദ്ദേഹത്തിനുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ മഹാഗുരു പരമ്പരയുടെ സങ്കല്പങ്ങൾക്ക് യാതൊരു തടസ്സവും ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് ഏവർക്കും തന്നെ അറിയാം. പക്ഷേ നമ്മളെപ്പോലുള്ള സാധാരണ ആളുകളിലേക്ക് അത് എത്തിക്കുന്നതിനും അത് സ്വീകരിക്കുന്നതിനും നമ്മൾ തയ്യാറായിട്ടുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ട കാലഘട്ടം കൂടിയാണ് എന്നാണ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന രാമായണത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ അവതാരത്തിന് മുമ്പ് ഭൂമിദേവി ഭൂമിയിലെ സർവ്വവിധ ദുഃഖങ്ങളും ദുരിതങ്ങളുമൊക്കെ ത്രിമൂർത്തികളുടെ സമീപത്ത് ചെന്ന് പറയുന്ന സമയത്ത് സാക്ഷാൽ മഹാവിഷ്ണു പറയുന്നു, ത്രേതായുഗത്തിൽ ഭൂമിയിൽ ദശരഥൻ്റെ മകനായിട്ട് രാമൻ എന്ന പേരോടുകൂടി ഞാൻ അവതരിക്കും. അന്ന് അല്ലയോ ദേവന്മാരെ, നിങ്ങളെല്ലാവരും എന്നെ സേവിക്കുന്നതിന്, അഥവാ ധർമ്മ സംസ്ഥാപനത്തിന്, ധർമ്മ സംരക്ഷണത്തിന് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാകണം എന്ന് രാമൻ്റെ അവതാരത്തിന് മുമ്പേ തന്നെ പറയുന്ന ഒരു കാര്യം നമുക്ക് രാമായണത്തിൽ കാണാം. അപ്പോൾ തന്നെ ദേവേന്ദ്രൻ ആ അടുത്ത വരിയിൽ രാമായണത്തിൽ നമുക്ക് കാണുന്നത് ഈശ്വരൻ്റെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട്, രാമൻ്റെ അവതാരവും പ്രതീക്ഷിച്ചുകൊണ്ട് ദേവന്മാരെല്ലാവരും വനങ്ങളിലും ഗുഹകളിലും ഗഹ്വരങ്ങളിലുമെല്ലാം വാനര സ്വരൂപികളായിട്ട് ഈശ്വരൻ്റെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരുന്നു എന്ന് രാമായണത്തിൽ നമുക്ക് കാണാം. ഏതാണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാ കാര്യക്രമങ്ങളും ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നത്. ഇന്ന് ഇവിടെ ഈ ഗായത്രി മഹായാഗം നടക്കുമ്പോൾ ഏതാണ്ട് 25 വർഷം മുമ്പ് തന്നെ നിരുപമാനന്ദ സ്വാമിയുടെ സങ്കല്പത്തിൽ ഇത്തരത്തിൽ ഒരു മഹായാഗം ഈ നാട്ടിൽ ഉണ്ടാകണമെന്ന് സ്വാമി സങ്കല്പിച്ചിട്ടുണ്ടാകാം. അന്ന് മുതൽ ഈ 25 വർഷത്തിനിപ്പുറത്ത് 2026 ഏപ്രിൽ മാസം 22-ാം തീയതി വരെ അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നിരിക്കാം. പക്ഷേ മനസ്സിലാക്കേണ്ടത് ഈ 22 മുതൽ 26 വരെയുള്ള 5 ദിവസങ്ങൾ കൊണ്ട് തീരേണ്ട ഒന്നാവരുത്. ഇവിടെ നിന്ന് അങ്ങോട്ട് വയനാട് ജില്ലയിൽ ഗായത്രി മഹായാഗത്തിന് മുമ്പുള്ള അവസ്ഥയും ഗായത്രി മഹായാഗത്തിന് ശേഷമുള്ള അവസ്ഥയുമെന്ന് വയനാടിൻ്റെ ആധ്യാത്മിക മണ്ഡലത്തെ പരിശോധിക്കുന്നതിനും പഠിക്കുന്നതിനും ഒരു മാറ്റമുണ്ടാക്കുന്നതിനും ഈ യാഗം തീർച്ചയായിട്ടും ഗുണമുണ്ടാക്കിയെടുത്തേ മതിയാകൂ. അതിന് നമ്മളെല്ലാവരും, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന നമ്മളെല്ലാവരും ഭഗവാന്റെ ഇച്ഛയനുസരിച്ച് ഈ യാഗത്തിൻ്റെ മഹത്വത്തിൻ്റെയും അതിൻ്റെ പ്രാധാന്യത്തെയും സാമാന്യേന സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുവാൻ സാധിക്കുന്ന എല്ലാ ഉപാധികളും സ്വീകരിച്ചുകൊണ്ട് അത് പ്രചരിപ്പിച്ച് അതിൻ്റെ ആ ഒരു സത്ത് എന്താണ് എന്ന് പൊതുജന സമൂഹത്തിലേക്ക്, സാമാന്യേന ജനങ്ങളിലേക്ക്, വിശ്വാസികളിലേക്ക് എത്തിച്ചുകൊണ്ട് പുതിയ തലമുറയെ നിത്യം ഗായത്രി അനുസന്ധാനം ചെയ്യുന്ന തലമുറയാക്കി വളർത്തിയെടുക്കുന്ന ഒരു കാര്യക്രമത്തിന് തുടക്കം കുറിക്കുന്ന ഒരു പദ്ധതിയായിട്ട് ഇത് മാറ്റുവാൻ സാധിക്കുമെങ്കിൽ മാത്രമാണ് ഈ യാഗം അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യ പൂർത്തീകരണത്തിലേക്ക് എത്തുകയുള്ളൂ എന്നാണ് എനിക്കിവിടെ ഓർമ്മിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നു മുതൽ തുടങ്ങുന്ന ഈ ഒരു യാഗം അവസാനിക്കേണ്ട ഒന്നല്ല. ഇന്ന് ആരംഭിച്ച് എല്ലാ കാലത്തും നിലനിൽക്കേണ്ട ഒന്നായിട്ട് തന്നെ നാം കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഗായത്രി അനുസന്ധാനം ചെയ്യുന്ന ഓരോ കുഞ്ഞുങ്ങളും, ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങളും, വയനാട് ജില്ലയിലെ ഹൈന്ദവ സമൂഹത്തിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും ഗായത്രി അനുസന്ധാനം ചെയ്യുന്ന കുഞ്ഞുങ്ങളായിട്ട് മാറുക എന്നുള്ള വലിയൊരു ദൗത്യം ഇന്നു മുതൽ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടി നമുക്ക് തയ്യാറാവണം. അതിന് നമുക്ക് സാധിക്കണം. അതിനൊരു തുടക്കമായിട്ട് ഈ ഗായത്രി യാഗം മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, സങ്കല്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഗുരുപരമ്പരയുടെയും മന്ത്രമാതാവായ ഗായത്രി ദേവിയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് സങ്കല്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ജയ് സീതാറാം. കർമ്മബന്ധാവിൽ ഇനിയും നാം നമ്മുടെ കർമ്മങ്ങളെ വ്യാപരിക്കേണ്ടതുണ്ട് എന്ന് ഹിന്ദു ജനതയെ ഓർമ്മിപ്പിച്ച അങ്ങയുടെ വാക്കുകൾക്ക് പ്രണാമം. തുടർന്ന് ഈ വേദിയിൽ നമ്മെ അനുഗ്രഹിച്ച് സംസാരിക്കാനെത്തുന്നത് സവിത്രമണ്ഡലം പാലക്കാട് നിർത്തിയ ശ്രീ സുധാകർ ബാബുജി അവരുകളാണ്. നമ്മെ ഈ യാഗാഹ്വാനത്തിനായി നമ്മെ പ്രാപ്തരാക്കുന്ന സുധാകർ ബാബുജിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി
ധിയോ യോ നഃ പ്രചോദയാത്. ഓം. ശ്രേഷ്ഠനായ ആനന്ദപരം ഭാരതി സ്വാമിജിയും അതുപോലെ ശ്രേഷ്ഠരായ സന്യാസി വര്യന്മാരും മുന്നിലിരിക്കുന്ന ശ്രേഷ്ഠരായ സജ്ജനങ്ങളെ ഏവർക്കും പ്രണാമം. ഇവിടെ ഒരു മഹാഗായത്രി യാഗം നടക്കുന്നത് സത്യത്തിൽ ഈ കേന്ദ്രം പൂർവിക ഋഷികളുടെ പരമ്പരയിലുള്ള മഹത്തായ ഒരു ഊർജ കേന്ദ്രമായതുകൊണ്ട് മാത്രമായിരിക്കും സത്യത്തിൽ ഈ യാഗം ഇവിടെ വരാനുള്ള കാരണം. പ്രത്യേകിച്ച് ഈ ഗായത്രി എന്ന മഹാമന്ത്രം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവരാശികളെയും താളക്രമപ്പെടുത്തി തൻ്റെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും കഴിവിൻ്റെയും എല്ലാറ്റിനും ഉണർത്തുന്ന ഒരു മഹാമന്ത്രമാണ് ഗായത്രി. ഗായത്രി എന്ന മഹാമന്ത്രം ഈ പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചു നിൽക്കുന്ന മഹാസ്രോതസ്സാണ്. കാരണം ഇവിടെ ഈ ഗായത്രി മന്ത്രത്തിൽ നമ്മളിവിടെ ഗായത്രി യാഗശാലയിൽ ഗായത്രി മന്ത്രത്തിൻ്റെ അക്ഷരക്രമത്തിലുള്ള 24 കലശങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. ഓരോ അക്ഷരത്തിനും അതിൻ്റേതായിട്ട് ശക്തികളുണ്ട്, അതിൻ്റെ ഗുണങ്ങളുണ്ട്, അതിൻ്റേതായിട്ടുള്ള ശക്തി വിശേഷണങ്ങളുണ്ട്. ഈ ഒരൊറ്റ മന്ത്രം കൊണ്ട് ഈ ലോകത്ത് ഒരു മനുഷ്യന് ബ്രഹ്മസാക്ഷാത്കാരം വരെ നേടിയെടുക്കാൻ കഴിവുള്ള മഹാമന്ത്രമാണ് ഗായത്രി. ഈ ഗായത്രി മന്ത്രം ഭാസിക്കാനോ അല്ലെ ഗായത്രി മന്ത്രം ശ്രവിക്കാനോ കഴിയുന്നത് തന്നെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ശ്രേഷ്ഠമായ ഒരു സുഹൃതം തന്നെ ആവശ്യമാണ്. ഈ ഗായത്രി മന്ത്രത്തിൽ 24 അക്ഷരങ്ങൾ ക്രോഡീകരിച്ചിരിക്കുന്നത് ആചാര്യന്മാർ ഈ പ്രപഞ്ചത്തിൽ 24 മണിക്കൂറാണ് ഈ പ്രപഞ്ചത്തിൻ്റെ കാലചക്രം തുടങ്ങുന്നത്. ഈ മഹാമന്ത്രത്തിൽ 24 അക്ഷരങ്ങളാണ്. ഒരു മനുഷ്യ ശരീരത്തിൽ 24 ശക്തിസ്പന്ദനങ്ങളാണ്. ആ 24 ശക്തിസ്പന്ദനങ്ങളിലുള്ള ആ ഊർജത്തെ ഉണർത്തുവാൻ 24 അക്ഷരങ്ങളുള്ള ഗായത്രി എന്ന മഹാമന്ത്രത്തെ നാം ഉച്ചരിക്കുമ്പോൾ നമ്മളിലുള്ള അറിവും കഴിവും ജ്ഞാനവും ശക്തിയും വളർന്ന് ജീവിതത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പൂർത്തീകരിക്കാൻ കഴിയും. അത്രയും മഹത്തായ ഈ മഹാമന്ത്രം ഈ ഉപാസനയിലൂടെ അഗ്നിയുടെ മുന്നിൽ നിന്നുള്ള നാം ഈ അഗ്നിയിലേക്ക് ഹോമിക്കുമ്പോൾ നമ്മളിലുള്ള ആത്മതേജസ് വർദ്ധിച്ച് നാം സ്വയം ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ മഹാമന്ത്രത്തിൻ്റെ തത്വം. ഇവിടെ നമ്മളുടെ പൂർവിക ഋഷികൾ നമ്മളെ മാനവരാശികളെ ധർമ്മത്തിൻ്റെ മാർഗത്തിലേക്ക് അറിവ് നൽകാനുള്ള ആദ്യ മന്ത്രമാണ് ഗായത്രി. ഇവിടെയുള്ള ശ്രേഷ്ഠന്മാരായ സന്യാസിവര്യന്മാരെല്ലാം ഗായത്രി മന്ത്രത്തെ സാക്ഷാത്കരിച്ചിട്ടാണ് അവരെല്ലാം ശ്രേഷ്ഠമായ ധർമ്മത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഈ മഹാമന്ത്രം ഗായാന്തം ത്രായതേ ഇത് ഗായത്രി, ഗാനം ചെയ്യുന്നവൻ രക്ഷിക്കും. നാം ഇവിടെ ഉച്ചരിക്കുന്ന മഹാമന്ത്രം ഈ പ്രപഞ്ചത്തെ പോലും ഈ വയനാട് ജില്ലയിൽ ഉള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും വ്യാപരിക്കും. ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് ഒരേ മന്ത്രം ഉച്ചരിക്കുമ്പോൾ ഈ മഹാമന്ത്രം അതിൻ്റെ തരംഗങ്ങളിലൂടെ സംഭവിക്കും. തീർച്ചയായിട്ടും ഈ മഹായാഗം പ്രകൃതിയുടെ ആവശ്യമായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളതാണ്. ഞാനൊരു ചെറിയൊരു ഗായത്രി ഉപാസകനാണ്. പാലക്കാട് തത്തമംഗലം എന്ന പ്രദേശത്തിൽ ഒരു ഗായത്രി ഉപാസനാ കേന്ദ്രം സ്ഥാപിച്ച് എല്ലാ ദിവസവും വരുന്ന ഏവർക്കും ഗായത്രി മന്ത്രത്തെ ഉപാസിക്കുവാനും യജ്ഞം ചെയ്യുവാനുള്ള സൗകര്യം ചെയ്യുന്നു. കഴിഞ്ഞ 24 വർഷങ്ങളായി ഗായത്രി മന്ത്രത്തെ സമൂഹത്തിൽ കേരളത്തിലെ 14 ജില്ലകളിലും പാലക്കാട് ജില്ലയിലെ 71 പഞ്ചായത്തുകളിലും ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളെ ഗായത്രി മന്ത്രം ഉപാസിപ്പിക്കുകയും ഇന്ന് ശ്രേഷ്ഠമായി ജീവിക്കുന്ന ഒരു ഗായത്രി ഉപാസന ജനങ്ങൾ ഉണ്ട്. കാരണം ഇത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രമാണ് പറയുക. അതുകൊണ്ട് ഈ ഗായത്രി മഹാമന്ത്രം നമ്മളെ തേടി എത്തിയിട്ടുണ്ടെങ്കിൽ നാം ഏവരും ശ്രേഷ്ഠരാണ്. അതുകൊണ്ട് ഈ മഹായജ്ഞം സർവമംഗളമാകുകയും തീരും എന്നുള്ളത് സംശയം വേണ്ട. നമ്മളിവിടെ ഈ മഹാമന്ത്രത്തെ ഉപാസിച്ചുകൊണ്ട് ഈ പ്രകൃതിയെ ശാന്തമാക്കിക്കൊണ്ട് മാനവരാശികൾക്ക് മുഴുവനും ധർമ്മത്തിൻ്റെ മാർഗത്തിലേക്ക് സഞ്ചരിക്കുവാനുള്ള ഒരു തപസ്സാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഈ 5 ദിവസങ്ങൾ കൊണ്ട് ഈ അന്തരീക്ഷം തന്നെ മാറും. ഈ അന്തരീക്ഷത്തിൽ മാറുന്ന ആ മാറ്റത്തെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നാം ഏവരും ഈ മഹാമന്ത്രത്തെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക, നമ്മുടെ കുടുംബജീവിതം മംഗളകരമായി തീരുമെന്നുള്ളതാണ് നമ്മുടെ ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് ഈ മഹാമന്ത്രം ഇവിടെ യാഗമായി പരിണമിച്ചിരിക്കുന്നത് ഈ നമ്മളെ നാട്ടിൻ്റെ വലിയൊരു ഉന്നമനമായിരിക്കും. അത് മനസ്സിലാക്കിക്കൊണ്ട് ത്യാഗസമ്പൂർണമായി നമ്മളിതിനെ സ്വീകരിച്ചുകൊണ്ട്
ഈ മഹാമന്ത്ര യജ്ഞത്തിൽ പങ്കെടുത്ത് നാം ഓരോരുത്തരും ധന്യരായി തീരണമെന്ന് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. ഗായന്തം ത്രായയതേ ഇത് ഗായത്രി എന്ന ഗായത്രിയുടെ വ്യാഖ്യാനത്തെ നമ്മെ ബോധിപ്പിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ച ശ്രീ സുധാകർ ബാബുജിക്ക് സർവ്വവിധ പ്രണാമങ്ങളും അർപ്പിക്കുകയാണ്. വേദിയിലേക്ക് അടുത്തതായി എത്തുന്നത് ശ്രീ ശ്രീധരൻ നമ്പൂതിരി എളമനയില്ലം. നമ്മുടെ ഈ യജ്ഞവേദിയിൽ വേണ്ട പൂജാതി കർമ്മങ്ങൾക്കൊക്കെ നേതൃത്വം വഹിക്കുകയും താന്ത്രിക കർമ്മങ്ങളിൽ അഗ്രേസരനായി പരിരസിക്കുകയും ചെയ്ത ശ്രീ ശ്രീധരൻ നമ്പൂതിരി അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. വേദിയിലിരിക്കുന്ന മഹാമണ്ഡലേശ്വർ ഹംസാനന്ദ സ്വാമി, അധ്യാത്മാനന്ദ സരസ്വതി, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഗുരുതുല്യരായ എല്ലാവർക്കും നമസ്കാരം. വയനാട്ടിലെ ഇതം പ്രഥമമായിട്ടുള്ള യാഗം എന്ന് തന്നെ പറയാം, മഹായാഗം, ഗായത്രി മഹായാഗം വയനാടിൻ്റെ സാംസ്കാരികപരമായിട്ടുള്ള ഉന്നമനത്തിനുള്ള തുടക്കമായി മാറട്ടെ എന്ന്, ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ഭാവിയിൽ നടത്താൻ സാധിക്കട്ടെ എന്നും ഭഗവതിയോട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ സ്വാമിജിയെ കാണാൻ വേണ്ടി കഴിഞ്ഞ മാസം വന്നിരുന്നു. ആ സമയത്ത് സ്വാമിജി ഞാനും കൂടി ഇവിടെ വന്ന സമയത്ത് നേരത്തെ സ്വാമിജി പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണ്, അതേ അത്ഭുതം തന്നെയാണ് ഇന്നലെ രാത്രി ഇവിടെ എത്തിയ സമയത്ത് എനിക്ക് തോന്നിയത്. ഈ പ്രദേശം ഒരു പവിത്ര കേന്ദ്രമാക്കി മാറ്റിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഭഗവതിയുടെ അനുഗ്രഹം മാത്രമാണ്. ആ അനുഗ്രഹം തുടർന്നുള്ള പ്രവർത്തനത്തിലേക്കും ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കാനേ സാധിക്കുള്ളൂ. ഇത്ര മാത്രമേ പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്തേ. തുടർന്ന് ഈ വേദിയിലേക്ക് എത്തുന്നത് ബഹുമാന്യ മീനാക്ഷി അമ്മ, പത്മശ്രീ അവാർഡ് ജേതാവായ മീനാക്ഷി അമ്മയെ ഗായത്രി മാതൃയജ്ഞത്തിൽ മാതൃസ്ഥാനിയായി സ്വീകരിച്ചുകൊണ്ട് ഒരു മാതാവിൻ്റെ അനുഗ്രഹത്തിനായി അമ്മയുടെ വാക്കുകൾക്കായി ഞങ്ങൾ കാതോർക്കുകയാണ്. വേദിയിൽ മീനാക്ഷിയമ്മ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എല്ലാ സ്വാമിമാരും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും കൂടി നമ്മുടെ സഹോദരി സഹോദരന്മാരെ, രക്ഷിതാക്കളെ, കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. മഹാഭാഗ്യമാണ് ഇന്ന് എനിക്ക് കിട്ടിയത്. അതിന് കാരണം എൻ്റെ മക്കളാണ്. ഇന്ന് എനിക്ക് ഈ വേദിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അവരാണ് എന്നെ കൊണ്ടുവന്നത്. 2 ആഴ്ച മുന്നേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ 22-ാം തീയതി ആർക്കും ഡേറ്റ് കൊടുക്കരുത്. ഒരു ദിവസവും ഞാൻ വീട്ടിലുണ്ടാകാറില്ല, എപ്പോഴും പ്രോഗ്രാം ഉണ്ടാവും. അന്നത്തെ ദിവസം ആർക്കും ഡേറ്റ് കൊടുക്കരുത്, ഇങ്ങനെ ഒരു സ്ഥലത്ത് പോകാനുണ്ട്. എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് അത് ഒരു പൂജക്ക് പോകാനാണ്, കൽപ്പറ്റ ഒരു പൂജയുണ്ട്, അതിനു വേണ്ടി പോവുകയാണ്. അവൾ കുംഭമേളക്ക് പോയി ഇപ്പോൾ കാശിയിൽ പോകണമെന്നുണ്ട്. അപ്പോൾ ഇവിടെ സ്വാമികൾ വരുന്നുണ്ട്, അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയണം എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. എന്നിട്ടും എനിക്കൊന്നും മനസ്സിലാവില്ല, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്. ഇങ്ങനെ ഒരു ഗായത്രി യാഗം നടക്കുന്നുണ്ട് എന്ന് കേട്ടുന്നല്ലാതെ ഇത്രയും ഒരു വിപുലീകരിച്ചൊരു സംഭവം ഞാൻ അറിയുന്നില്ല. ഒന്ന് വന്ന് കണ്ടുപോകും, അത്രയേ ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. അങ്ങനെയാണ് ഇന്നലെ രാത്രി 2 മണിക്ക് ഞാൻ അവിടെ നിന്ന് കയറി 5 മണിയായപ്പോഴും ഇവിടെ എത്തി. ഇവിടെ ഞങ്ങളാണ് ആദ്യം എത്തിയത്, കുറച്ച് 3-4 പേരേ ഉള്ളൂ. അപ്പോഴും എനിക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ എന്താ സംഭവിക്കുന്നത്, എന്താ കാര്യം. യജ്ഞമുണ്ട്, യാഗമുണ്ട് എന്നൊക്കെ പറയുന്നതല്ലാതെ അതേപ്പറ്റിയുള്ളൊരു അത്രയ്ക്ക് വിവരം കിട്ടിയില്ല. പിന്നെ എന്നെ പേരാമ്പ്രയിലുള്ള ആശ്രമത്തിൽ പോയിട്ടുണ്ട്, വടകേരള ആശ്രമത്തിൽ പോയിട്ടുണ്ട്, കൊയിലാണ്ടി ചിദാനന്ദപുരിയുടെ ആശ്രമത്തിൽ പോയിട്ടുണ്ട്. പത്മശ്രീ കിട്ടിയപ്പോൾ അവരൊക്കെ എന്നെ വിളിച്ചു കൊണ്ടുപോയി ആദരിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ ഭാഗ്യമായി കാണുന്നു. പക്ഷേ ഇന്ന് ഇവിടെ കിട്ടിയതിൽ ഏറ്റവും പുണ്യം എന്ന് എനിക്ക് പറയാനുള്ളൂ. എൻ്റെ മക്കൾ 12-ാം തീയതി കാശിക്ക് പോവുകയാണ്. അത് എല്ലാവരും അമ്മയെ അനുഗ്രഹിക്കണേ എന്നുള്ളൊരു വാക്കാണ് എന്നോട് പറയുന്നത്. ഭയങ്കര ചൂടാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ
എൻ്റെ ഇവിടെ അടുത്ത് 2 കിലോമീറ്ററുകളിൽ കൽപ്പറ്റ ഒരു കളരി തുടങ്ങാൻ ഞാൻ ഞായറാഴ്ച വന്നിട്ടുണ്ട്. ഇവിടുന്ന് കുറേ കുട്ടികൾ ചേർന്ന് എന്ന് എനിക്കറിയാം. നിങ്ങൾ നിങ്ങളുടെ മക്കളെ കളരി പഠിപ്പിക്കണം. ഈ വെക്കേഷൻ ടൈമിന് സ്കൂളിൽ നിന്ന് വെറുതെ ഫോണും കൊണ്ട് നടക്കും. ഒരു പണിയൊന്നുമില്ലല്ലോ, ഇങ്ങനെ കളിക്കാതെ ഫോൺ കൊണ്ട്. അതുകൊണ്ട് മക്കളെ കളരിയിൽ പഠിപ്പിച്ച് അവരുടെ നല്ല ശീലം, നല്ല ശക്തി, നല്ലതിന് വേണ്ടി നിങ്ങൾ മക്കളെ പറഞ്ഞേക്കണം. ചൂട് കാലമാണ്, എന്നാലും രാവിലെ 6 മണിക്ക് തുടങ്ങിയാൽ 9 മണിയാകുമ്പോൾ കഴിയും. വടകരയുണ്ട് 5 കളരിക്കാരാണ് ഇപ്പം തുടങ്ങി വെച്ചിരിക്കുന്നത്. പിന്നെ എന്നെപ്പറ്റി നിങ്ങൾക്കറിയുമായിരിക്കാം. ഞാൻ വടകര കടത്തനാട് കളിസംഘത്തിൻ്റെ രാഘവൻ ഗുരുക്കളുടെ ഭാര്യയാണ്. 7ാം വയസ്സിൽ കളരിയിൽ വന്നു. ഇപ്പോൾ 80 വയസ്സായി. ഇപ്പോഴും കളിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പെൺകുട്ടികളാണ് കളരി പഠിക്കേണ്ടത്, ആൺകുട്ടികൾ പഠിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ഇന്ന് പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. നമ്മൾ കാണുന്നു, TV കണ്ടാലും പേപ്പർ എടുത്താലും ഒക്കെ എന്തെല്ലാമോ കാണുന്നു. പക്ഷേ കളരി പഠിക്കുന്നത് എന്തിനാണ്? ആരെയും തല്ലാനോ കൊല്ലാനോ ആണോ എന്നൊക്കെയാണ് പണ്ട് ചോദിക്കാറ്. പക്ഷെ അതല്ല, അവരുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി, അവർക്ക് ഒറ്റയ്ക്ക് പോകാൻ വരാനുള്ള ശക്തിക്ക് വേണ്ടി. ഞാനൊക്കെ ചെറുപ്പത്തിൽ പോകുമ്പോൾ അച്ഛനോ ഏട്ടനോ കൈപിടിച്ച് കൊണ്ടുപോകും. ഇന്നതല്ല, അവർ ഒറ്റക്കാണ് പല രാജ്യങ്ങളിലും പോകുന്നത്. അതിനുള്ളൊരു ഊർജം കളരി പഠിച്ചാൽ എന്തായാലും ഉണ്ടാകും. അതാണ് ഞാൻ നിങ്ങളോട്. അമ്മമാർക്കും പഠിക്കാം. അമ്മമാരും വെറുതെ ഇരുന്ന് TV മുന്നിൽ കുളിത്തിരിഞ്ഞ് ഇങ്ങനെ പല പരിപാടികളും കാണുന്നതിൽ നല്ല കളരിയിൽ പോയാൽ നിങ്ങൾക്കും കൂടി പ്രഷർ ഷുഗറൊക്കെ വരാതിരിക്കാനുള്ളൊരു ശക്തിയും കൂടി ഉണ്ടാവും. ഇവിടെ അടുത്ത് 2 കിലോമീറ്ററേ ഉള്ളൂ. നിങ്ങളും പോയി എല്ലാവരും പഠിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ എല്ലാവർക്കും സമയം പോയി എല്ലാം നല്ലതായി വരട്ടെ, ഇനി യാഗം എല്ലാം നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും നിർത്തട്ടെ. നന്ദി, നമസ്കാരം. തുടർന്ന് ഈ വേദിയിൽ നമ്മോട് സംസാരിക്കുന്നത് ശ്രീ KG സുരേഷ് ബാബു. നമ്മളെല്ലാവരും പ്രിയങ്കരായ സുരേഷ് ജി എന്ന് വിളിക്കുന്ന ശ്രീ KG സുരേഷ് ബാബു അവരുടെ ധർമ്മജാഗരൺ സമിതിയുടെ ചുമതല വഹിക്കുന്ന സുരേഷ് ജിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഓം ഭൂർഭുവസ്വഃ തസ്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. സംപൂജ്യ സ്വാമി ഹംസാനന്ദപുരി സ്വാമികൾ, ആദരണീയനായ അധ്യക്ഷൻ, മഹാമണ്ഡലേശ്വർ സംപൂജ്യ ആനന്ദവനം ഭാരതി സ്വാമികൾ, ഓങ്കാരാനന്ദ സ്വാമി, നിർവാണ സ്വാമി, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലുള്ള ഗുരുതുല്യരായ സഹോദരി സഹോദരന്മാരെ, അമ്മമാരെ, എല്ലാവർക്കും സ്നേഹപൂർണ്ണ നമസ്കാരം. ഈ ഒരു വേദിയിൽ സംസാരിക്കുക എന്ന് പറയുന്നത്, കാരണം ഗുരുതുല്യരായവരിയ്ക്കുന്ന വേദിയിൽ സംസാരിക്കാൻ ശരിക്ക് അർഹതയില്ലാത്തതാണ്. എങ്കിലും ഇവിടുത്തെ നിർദ്ദേശപ്രകാരം ഒരു ഔപചാരികത കൊണ്ട് മാത്രം 2 വാക്കുകൊണ്ട് നിർത്താം. നമ്മൾ മനുഷ്യജന്മം കിട്ടിയത് തന്നെ പുണ്യം കൊണ്ടാണെന്ന് പറയാം. കാരണം മനുഷ്യരായി ഭൂമിയിൽ അവതരിക്കുക അല്ല ജനിക്കുക എന്ന് പറയുന്നത് പുണ്യമാണ്. അതിൽ തന്നെ ഭാരതത്തിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ അതിലും പുണ്യമാണ്. ഭാരതത്തിൽ ഹിന്ദുവായി ജനിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ പുണ്യമാണ്. അങ്ങനെയുള്ള നമ്മൾ ഇന്ന് ഇങ്ങനെയൊരു സദസ്സിൽ ഇരിക്കാൻ സാധിക്കുന്നതും മറ്റൊരു പുണ്യമായി കരുതുന്നു. നമുക്കറിയാം, ഇതിനു മുമ്പ് സംപൂജ്യ സ്വാമിജി ഹംസാനന്ദപുരി സ്വാമിയുടെ നേതൃത്വത്തിൽ ലളിതാ സഹസ്രനാമ ജപയജ്ഞം നമ്മളെ വയനാട് ജില്ലയിൽ നടന്നു. അനവധി ഹിന്ദു ഭവനങ്ങളിൽ ഇന്ന് തുടർച്ചയായി അത് നടന്നു വരുന്നു. നമുക്കൊരു 10-15 വർഷം മുമ്പ് ചിന്തിച്ചു കഴിഞ്ഞാൽ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു സ്ഥിതിയിലായിരുന്നില്ല വയനാട്. ഓങ്കാരാനന്ദ സ്വാമിജി മീനങ്ങാടി ആശ്രമത്തിലുണ്ടായിരുന്നു. ചെറിയ രീതിയിലൊക്കെ അവിടെ പരിപാടികൾ നടന്നു. അതിനുശേഷം മെല്ലെ
വയനാട് ഈ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ തുടങ്ങി. ആ അവസരത്തിലാണ് നമ്മുടെ ഭാഗ്യമെന്നോണം സംഭൂജ്യ ചിദാനന്ദപുരി സ്വാമികളുടെ അരുമ ശിഷ്യനായിട്ടുള്ള അംസാനന്ദപുരി സ്വാമിജി അന്ന് ഇവിടെ വന്ന് ഈ ആശ്രമം അദ്ദേഹത്തിന് ചിദാനന്ദപുരി സ്വാമികൾക്ക് സമർപ്പിക്കുകയാണ് ഓങ്കാരാനന്ദ സ്വാമികൾ. അതിനുശേഷം നമുക്കറിയാം വയനാട്ടിലുണ്ടായിട്ടുള്ള പടിപടിയായിട്ടുള്ള ഹൈന്ദവ സമൂഹത്തിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് കാണാൻ സാധിച്ചു. നമുക്ക് അനുഭവവേദ്യമാണെന്നത്. അതിനുശേഷം ഈ ആശ്രമം ആദ്യം വന്നപ്പോൾ എല്ലാവർക്കും അറിയാം ഇതിൻ്റെ സ്ഥിതി എന്തായിരുന്നു. അത് ഇന്ന് ഈ രീതിയിലാക്കി എടുക്കാൻ സാധിച്ചു. അപ്പോൾ എന്തു തന്നെയായാലും നമ്മൾ എല്ലാം കൊണ്ടും ഭാഗ്യവാന്മാരാണ്. ഇവിടെ ഇരിക്കുന്നത് വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് വയനാട്ടിലെ. പലരും ഇങ്ങനെയൊരു പരിപാടി നടന്നു കഴിയുമ്പോഴാണ് പലരും വിചാരിക്കുന്നത് അയ്യോ നമുക്ക് നഷ്ടമായിപ്പോയി അവിടെ പോകാതിരുന്നത് എന്നുള്ളതിൽ പങ്കെടുക്കാതിരുന്നത് നമുക്ക് നഷ്ടമായി എന്ന് പിന്നീട് ചിന്തിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ വയനാടിൻ്റെ മുന്നേറ്റം, അതിൻ്റെ കൂടെ തന്നെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് നമുക്കറിയാം ആനന്ദവരം സ്വാമി ഭാരതി സ്വാമികൾ നമുക്ക് മഹാമണ്ഡലേശ്വരം എന്നുള്ള കേരളത്തിൽ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. വളരെ വലിയ മാറ്റങ്ങൾ ഹിന്ദു സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് നമ്മൾ പറയുന്ന സമയത്ത് മറ്റൊരു കാര്യം നമുക്ക് ആഗോളതലത്തിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് തന്നെ ഇന്ന് സമാധാനത്തിനോടും ശാന്തിയോടും സുഖത്തോടും കൂടി ഇരിക്കുന്ന ഒരു ജനവിഭാഗം ഉള്ളത് ഭാരതത്തിലാണ്. നമ്മൾ ദിവസം തോറും നമ്മളെ ശ്രവ്യ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? ലോകം മുഴുവൻ ഇന്ന് അരക്ഷിതാവസ്ഥയിലാണ്. എപ്പോൾ ബോംബ് വീഴും, എപ്പോൾ പൊട്ടും, എപ്പോൾ മരിക്കും എന്നുള്ള രീതിയിൽ ഭക്ഷണം കിട്ടാതെ അങ്ങനെയുള്ള വളരെ ദുരിതപൂർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഭാരതം അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ ഗുരു പരമ്പരയുടെ ആശീർവാദം കൊണ്ടും അവരുടെ അനുഗ്രഹം കൊണ്ടും ഇന്ന് ഭാരതത്തിൽ ഇതൊന്നും അറിയാതെ വളരെ സുഖസുന്ദരമായിട്ട് നമ്മൾ ജീവിച്ചു പോകുന്നു. നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന് ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ ആഹാരവും വെള്ളവും കിട്ടാതെ, അത് മാത്രമല്ല എപ്പോൾ ബോംബ് വീണിട്ടും മരണം കൊണ്ടും എല്ലാം കൊണ്ടും ദുരിതം അനുഭവിക്കുന്ന ഒരു സമയം നമ്മൾക്ക് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. കാരണം കേരളത്തിൻ്റെ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളൊക്കെ തന്നെ മറ്റ് പല കാര്യങ്ങളുമാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഭാരതത്തിൻ്റെ സ്ഥിതി നമ്മൾ മനസ്സിലാക്കണം. വളരെ മുന്നോട്ട് പോയിട്ടുണ്ട് ഭാരതം. അമേരിക്കയുടെ എബ്രഹാം ലിങ്കൺ ഇന്ന് ഗൾഫിൽ നിൽക്കുകയാണ്. അവരുടെ സ്ഥിതി എന്താണ്? ഇപ്പോൾ നമുക്ക് കുറച്ച് ദിവസം കൊണ്ട് കേട്ടു, നമ്മൾ ഭാരത പ്രധാനമന്ത്രിയോട് അമേരിക്കൻ പ്രസിഡൻറ്റ് 40 മിനിറ്റ് ഫോണിൽ സംസാരിച്ചു. എന്താ സംസാരിച്ചെന്ന് കുറച്ച് പേർക്കൊക്കെ അറിയാൻ സാധിക്കും. എന്താ സംസാരിച്ചത്? അവിടെ ഈ എബ്രഹാം ലിങ്കൻ അവിടെ കൊണ്ടുപോയി നിർത്തിയെങ്കിലും 10-15,000 പേര് സൈന്യം അവിടെ എല്ലാ ഷിപ്പുകളിലുമായിട്ട് അമേരിക്കൻ്റെ ഉണ്ട്. അവർക്ക് ഭക്ഷണമില്ല. നമ്മൾ പറയും ചൈന, റഷ്യ, അമേരിക്ക എന്നൊക്കെ പറഞ്ഞാൽ ലോകത്തിൽ വളരെ സമ്പന്നമായ ശക്തിയുള്ള രാഷ്ട്രം എന്നൊക്കെ പറയുന്ന സമയത്ത് ഇത് അവരറിഞ്ഞതെങ്ങനെയാണ്? അവിടെയുള്ളൊരു പട്ടാളക്കാരൻ ചെറിയൊരു വാട്സപ്പ് അയച്ചു. ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മളെ ജോലിയുള്ള ആൾക്കാരൊക്കെ വാട്സപ്പ് അയക്കും വീട്ടിലേക്ക് അയച്ചപ്പോൾ അവിടെ കാണുന്നത് ഈ ടിന്നിലൊക്കെ ഉള്ള അവർ കഴിക്കുന്ന ഭക്ഷണം, മാംസം, വളരെ പഴകിയ എന്തോ ഒരു വനം 2 കഷ്ണം ക്യാരറ്റും ഇതാണുള്ളത്. എന്നിട്ട് വീട്ടിലേക്ക് കുടുംബത്തിന് വാട്സപ്പ് അയക്കാണ്, ഞാനിവിടെ പട്ടിണി കിടന്ന് മരിച്ചു പോകും ചിലപ്പോൾ. അമേരിക്കൻ നാവികപ്പടയുടെ ഒരു പട്ടാളക്കാരൻ അയച്ചതാണ്. അപ്പോൾ 3 ദിവസം ഈ സംസാരിക്കുന്നതിന് 2 ദിവസം വന്ന് ഏതോ ഒരു ഷിപ്പ് ഗുജറാത്തിലേക്ക് പോകുന്നു. അവരുടനെ പറഞ്ഞു, അയ്യോ ഒരു ഷിപ്പ് പോകുന്നു, നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ തരണം. അവരവിടനെ സിഖുകാരായിരുന്നു. അവരുള്ള മുഴുവൻ ആഹാരങ്ങൾ ഇവർ കൊടുത്തു. എന്നിട്ട് അമേരിക്കൻ പ്രസിഡൻറ്റ് വിളിച്ച് പറഞ്ഞത് ഇതാണ്, നിങ്ങൾ ദയവ് ചെയ്ത് കുറച്ച് ആഹാരം കൊടുക്കണം ഇവർക്ക്. ഇപ്പോൾ മുഴുവൻ ആഹാരം കൊടുക്കുന്നു ഗുജറാത്തിൽ നിന്ന് അവർ എത്തിക്കൊണ്ടിരിക്കുക. 10-15,000 പേർക്ക് ദിവസമുള്ള ആഹാരം. ഞാൻ ചുരുക്കി പറയാം, സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇന്ന് ഭാരതം ഏറ്റവും ശക്തിമത്തായ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു നമ്മുടെ ഗുരുപരമ്പരയുടെയൊക്കെ അനുഗ്രഹം കൊണ്ട്. അതുകൊണ്ട് ഇനിയുള്ള കാലം നമ്മുടേതാണ്, നമ്മളാണ് വിജയിക്കാൻ പോകുന്നത്, വിജയിച്ചു കൊണ്ടിരിക്കുകയാണ്, നമ്മുടേതായിരിക്കും, ഭാവി നൂറ്റാണ്ടുകൾ നമ്മുടേതായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്
എല്ലാവർക്കും നമസ്കാരം. പ്രിയമുള്ളവരെ, ഈ അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് ചില സ്വാതന്ത്ര്യം എടുക്കുകയാണ്. 2 കാര്യം പറയേണ്ടതാണ് എന്ന് പൂജ്യ സ്വാമിജിയുടെ നിർദ്ദേശവും കൂടിയാണ്. ഒന്നാമതായിട്ട് നമ്മളിവിടെ 2 പേരെ ആദരിക്കുകയാണ്. ഒന്ന്, നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട സ്നേഹനിധിയായിട്ടുള്ള പള്ളിയറ രാമേട്ടനെ കുറിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. വയനാട്ടിലെ എല്ലാ ധാർമ്മിക പ്രവർത്തനങ്ങളിലെയും ആദ്യകാലം മുതൽ, ഇപ്പം നമ്മളൊക്കെ ജനിച്ചിട്ടുണ്ടോയെന്നറിയില്ല ആ കാലത്തൊന്നും, ആ സമയത്ത് തന്നെ വയനാട്ടിലെ എല്ലാ ഹിന്ദു ധാർമ്മിക പ്രവർത്തനങ്ങളിലും സന്തത സഹചാരിയായി മുൻപിൽ നിന്ന് നയിച്ചിട്ടുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് പള്ളിയറ രാമേട്ടനും പള്ളിയറ തറവാടും. ഞാനും തന്നെ വയനാട്ടിൽ വന്ന കാലത്ത് ആദ്യം ബന്ധപ്പെട്ട വീടുകളിലൊന്നാണ് രാമേട്ടൻ്റെ വീട്. അവിടെ നിന്നൊരു നേരത്തെ ഭക്ഷണം കഴിക്കാത്തവരായിട്ട് ഏതെങ്കിലും ഒരു ഹിന്ദു പ്രവർത്തകരുണ്ട് എന്ന് തോന്നുന്നില്ല. ഇന്നും ആ വീട്ടിലുള്ള അമ്മ നമ്മൾ ചെല്ലുമ്പോൾ ഭക്ഷണം വിളമ്പിത്തരുന്നു, അവർക്കേറെ സുഖമില്ലെങ്കിൽ പോലും. പള്ളിയറ രാമേട്ടനെ ഇവിടെ സ്വാമിജി ആദരിക്കും. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് ഭാഗ്യമാണ്, മീനാക്ഷി അമ്മ ഇവിടെ മക്കൾ ഈ യജ്ഞത്തിനെക്കുറിച്ച് എന്താ അത് കാര്യം എന്നറിയാൻ വേണ്ടി വിളിച്ചപ്പോൾ യജ്ഞം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ രജിസ്റ്റർ ചെയ്തത് നമ്മളെ സംബന്ധിച്ച് അതൊക്കെ ഒരു ഭാഗ്യമാണ്. കാരണം ലോകപ്രസിദ്ധരായ ആളുകൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ വന്നു ചേരുക എന്ന് പറയുന്നത്, ഇനിയും നമ്മളറിയാതെ പലരും വന്നു ചേരും. ക്ഷണിക്കാതെ വരുന്നവരെയാണ് അതിഥി എന്ന് പറയാം. അത്തരത്തിലാണ് ഇന്നിപ്പോൾ രാമേട്ടനെയൊക്കെ ഈ വേദിയിലേക്ക് പ്രത്യേകം ക്ഷണിച്ചിട്ടല്ല, എങ്കിലും അദ്ദേഹം വരുമ്പോൾ നമുക്കൊരു അതിഥിയാണ്. എന്തായാലും ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ആദരവും കഴിഞ്ഞാൽ നമ്മളുടെ പരിപാടി അവസാനിക്കും. അതിൻ്റെ മുമ്പായിട്ടൊരു പ്രധാനപ്പെട്ട 2 കാര്യം പറയാനുണ്ട്. ഒന്ന്, എന്നെക്കുറിച്ച് നമ്മുടെ കൂടെയുള്ള ആൾക്കാർ പറയുന്നൊരു കാര്യമുണ്ട്, സ്വാമിജി ഭൂതത്തിന് പണിയെടുക്കും പോലെയാണ്. ഒരു കാര്യം കഴിഞ്ഞ് ഇങ്ങോട്ട് റെഡി ആയിട്ട് ഇങ്ങോട്ട് എന്നാൽ പിന്നെ നിർത്താൻ തോന്നുന്ന സമയത്തേക്ക് അടുത്ത പരിപാടി. എന്നാൽ അടുത്ത പരിപാടി പറയാൻ പോവുകയാണ്. ഇവിടെ വെച്ചിട്ടാണ് നമ്മളുടെ അടുത്ത ശിവരാത്രി രാത്രി മുഴുവനുള്ള വലിയൊരു പരിപാടി നമ്മൾ പ്ലാൻ ചെയ്യുകയാണ് ഇന്ന്. എല്ലാവരും അത് ഏറ്റെടുക്കണം. നമ്മളുടെയൊക്കെ ഗ്രാമങ്ങളിലും ക്ഷേത്രങ്ങളിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിലും ശിവരാത്രി നമ്മളിവിടെ ഒരു ആചരണവും ആഘോഷവുമായിട്ട്, എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ നാട്ടിലുള്ള അമ്പലങ്ങളിൽ നമ്മൾ പറയില്ലേ, ഗാനമേളയും നടത്തുന്ന പോലെയല്ല, ഒരു ട്രഡീഷണൽ രീതിയിലുള്ള ശിവരാത്രി ഇവിടെ ഉണ്ടാവും. ഒരു 5000 പേരെങ്കിലും പങ്കെടുക്കണം മിനിമം എന്ന് നമ്മൾ വിശ്വസിക്കാം. ദൂരത്തൊക്കെ പിന്നെ ചിന്തിക്കാം. വയനാട് ജില്ലയിലെ ഒരു 5000 പേരെങ്കിലും ഒരു രാത്രി ഇവിടെ പങ്കെടുക്കും. തീരുമാനിക്കൂ ആരൊക്കെ ഉണ്ടാവുമെന്ന് കൈവക്കൂ, നോക്കട്ടെ. ശരി, ഹരി ഓം. എല്ലാവർക്കും ഭഗവാൻ പരമേശ്വരൻ്റെയും ഗായത്രി പരമാതാവിൻ്റെയും അനുഗ്രഹം ഉണ്ടാവട്ടെ. രണ്ടാമത്തെ കാര്യം, ഇത് വന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നില്ലേ ഇതിങ്ങനെയൊന്നും പോരാന്ന്? ആ തോന്നുന്നവരൊന്ന് കൈവയ്ക്കേ. ശരി, നോക്കൂ, നമ്മളുടെ മുമ്പിൽ ഈ കുളം നന്നാക്കാതെ വെച്ചത് എന്തിനാണെന്നറിയോ? ബാക്കി നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇന്ന് വൈകുന്നേരത്തെ ഗംഗാ ആരതി എന്ന് പറഞ്ഞാൽ ഗംഗാ നദിയെ സ്മരിച്ചുകൊണ്ട് ആരതി ചെയ്യുന്നു എന്നർത്ഥം. ചിലരൊക്കെ വളരെ വിമർശനമുണ്ട്, ഗംഗാ നദിയിലല്ലേ ഗംഗാ ആരതി. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പൂജ നടക്കാൻ പാടില്ലല്ലോ. ഒരു പൂജ നടക്കാൻ പാടില്ല, ശുദ്ധി നടക്കാൻ പാടില്ല. ഗംഗേ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു എന്ന് പറഞ്ഞിട്ട് എല്ലാ നദിയിലും ചുറ്റി നടക്കേണ്ടി വരുമല്ലോ നമ്മൾ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു വേലയും വേണ്ട. നമ്മൾ ചെയ്യാൻ വിചാരിച്ചാൽ ഗുരു പരമ്പരയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ നടത്തിയിരിക്കും. ശരി, രണ്ടാമത് പറയാനുള്ള ഇതാണ്, ഇവിടെ വൃക്ഷത്തൈ നടാനുള്ളൊരു പദ്ധതിയുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഉള്ള നമുക്ക് വേണ്ട വൃക്ഷങ്ങൾ, ഒരു തൈ നടാനുള്ള ഒരു സമർപ്പണം എന്ന് പറയുന്നത് നമുക്കറിയാം, ചെറിയ തൈയല്ല, വലിയ തൈയാണ്. എന്ന് പറഞ്ഞാൽ 2 വർഷം കൊണ്ട് വലുതായി കാണാൻ പാകത്തിലാകാവുന്ന തൈകൾ. അപ്പോൾ ഒരാളുടെ ഉയരത്തിലുള്ള തൈകൾ വാങ്ങാൻ കിട്ടും, അറിയാമല്ലോ. അത് വാങ്ങി തൈ നടാൻ എനിക്ക് തോന്നുന്നു അതിൻ്റെ പണിക്കൂലിയും എല്ലാം കൂടെ കൂടിയിട്ട് എത്ര രൂപയാവും ഒരു തൈക്ക്? എത്രയാവും? 1000 കൊണ്ടാവുമോ? എത്ര? 5000 എന്ന് പറഞ്ഞ ആളെ പഠിപ്പിക്കരുത്. എത്ര? ഒന്നുമില്ല. ഒരു 1500 രൂപ ഒന്നിച്ച് നടുമ്പോൾ അത്രേ ആവുള്ളൂ.
അല്ലേ സ്വാമിജി? 1500 രൂപ ഒരാൾ എന്ത് ചെയ്യണം? വൃക്ഷത്തൈ നടണം. ഒരാൾ ഞാനൊരു വൃക്ഷത്തൈ നടും തീരുമാനിക്കുക. ആ വൃക്ഷങ്ങളുടെ ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ള ലിസ്റ്റൊക്കെ നമുക്ക് പിന്നെ പറയാം. എന്തായാലും രുദ്രാക്ഷം പൂജ്യ മണ്ഡലേശ്വർജി പറഞ്ഞ പോലെ കുറച്ചധികം രുദ്രാക്ഷങ്ങൾ ഇവിടെ നട്ടു കഴിഞ്ഞാൽ അതിർത്തിയിലൊക്കെ അതവിടെ നിന്നോളും. പിന്നെ ഫലഭൂയിഷ്ടമാകുന്നത്. എന്നാൽ വൃക്ഷങ്ങളും നമുക്ക് നടാം. പക്ഷേ വൃക്ഷത്തൈ നട്ടിട്ട് ഇനി സ്ഥലമില്ലാത്ത സന്തോഷം. അപ്പം ഒരു തൈ നമ്മൾ നടുക എന്ന് പറഞ്ഞാൽ വലിയ തൈ വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതെ, ശരി, അങ്ങനെ ആവട്ടെ. നമുക്കെല്ലാവർക്കും അത് സാധിക്കട്ടെ. ഈ ഒരു 2 കാര്യം വയ്ക്കുകയാണ് മുമ്പിൽ. എന്തെന്നാണ്? ഒന്ന് ശിവരാത്രിയെക്കുറിച്ച്, മറ്റൊന്ന് ഈ തൈയിനെക്കുറിച്ച് കൂടെ പറയാനുള്ളത്. ഇതിനെയൊക്കെ മുന്നോട്ട് നയിക്കാൻ എല്ലാവരുടെയും സഹവർത്തിത്വം ഉണ്ടാവണം എന്നുള്ള കാര്യമാണ്. 2 ആദരണീയ വ്യക്തിത്വങ്ങളുടെ വ്യക്തികളെയും പൂജ്യ സ്വാമിജി ഇവിടെ ആദരിക്കുന്നുണ്ടാവും. ശേഷം നന്ദിയോടുകൂടി നമുക്ക് ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അടുത്ത യജ്ഞം ആരംഭിക്കും. അടുത്ത യജ്ഞത്തിന് ചീട്ടാക്കിയിട്ടുള്ള ആളുകളുണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെല്ലാം തന്നെ തയ്യാറാവണം. എന്തെങ്കിലും വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ ബാത്റൂം പോകാനോ കൈകാല് കഴുകാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഉള്ള സൗകര്യം ഉപയോഗിച്ച് ചെയ്ത ശേഷം ഉടനെ തന്നെ അടുത്ത യജ്ഞം ആരംഭിക്കും. ഹരി ഓം. ധന്യമായ ഈ നിമിഷത്തിൽ ആദരവാണ് വടകര കടത്തനാട് കളരി സംഘത്തിൽ വയനാട് ജില്ലയിൽ 4 കളരികളും വടകരയിലും തിരുവനന്തപുരത്തുമായി സ്വദേശത്തും വിദേശത്തുമടക്കം കളരി പ്രോത്സാഹിപ്പിക്കുന്ന അമ്മയെ ഞങ്ങൾ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ ഈ സംഘാടക സമിതിയുടെയും ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി അമ്മയെ ഞങ്ങൾ ക്ഷണിക്കുമ്പോൾ അമ്മയെ ആദരിക്കുന്നത് മഹാമണ്ഡലേശ്വർ സംപൂജ്യ ആനന്ദവരം ഭാരതി സ്വാമിജിയാണ്. സ്വാമിയെയും ഏറെ ആദരപൂർവ്വം ബഹുമാനപൂർവ്വം ആ പാതാരബിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ ഈ ഉപഹാരം സമർപ്പണം അനുഗ്രഹം ഏറ്റുവാങ്ങിയ അമ്മയുടെ പാദങ്ങളിൽ ഞങ്ങൾ നമസ്കരിക്കുന്നു. തുടർന്ന് വയനാടിൻ്റെ ഗോത്ര ജനവിഭാഗത്തിൻ്റെ നേതാവായി ഉയർന്നു വന്ന് സകല ഹിന്ദു ജനതയുടെയും കർമ്മരംഗങ്ങളിൽ കർമ്മോന്മുഖനായി പ്രവർത്തിച്ച ശ്രീ പള്ളിയറ രാമേട്ടനെ ആദരിക്കുകയാണ്. ധന്യമായ ഈ വേദിയിൽ ഈ 2 ആദരവുകൾക്ക് ശേഷം ഔപചാരികമായി ഈ വേദിയിൽ നന്ദി കൃതജ്ഞത അറിയിക്കുന്നതിനായി സംഘാടക സമിതിയുടെ ശ്രീ മുരളീകൃഷ്ണേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പൂജനീയ മഹാമണ്ഡലേശ്വർജി, അതുപോലെ വേദിയിലിരിക്കുന്ന പൂജനീയ സ്വാമിമാർ, സദസ്സിലും വേദിയിലുമായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ എല്ലാവരുടെയും പാതാരവിന്ദങ്ങളിൽ ഈ ഉള്ളവൻ്റെ വിനീത പ്രണാമങ്ങൾ. വളരെ വൈകിയ വേളയാണ്. കൂടുതലൊന്നും എനിക്ക് നിങ്ങളോട് പറയാൻ ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം ഗുരുപരമ്പരയുടെ പ്രചോദനം കൊണ്ട്, ഗുരുപരമ്പരയുടെ അനുഗ്രഹം കൊണ്ട്, ആ ഗുരുപരമ്പരയുടെ കയ്യിലെ കളിപ്പാവകളായി കുറച്ചു പേർ നിരന്തരം പരിശ്രമിച്ച് ഇത് ഈ ഒരു രൂപത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താനുള്ള ഒരു മനസ്സ് ഈ ഒരു 5 ദിവസത്തേക്ക് നിങ്ങൾക്കുണ്ടാവണം എന്ന് നിങ്ങളുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ ആവശ്യപ്പെടുകയാണ്. കാരണം നിരുപമാനന്ദ സ്വാമിയുടെ സ്വപ്നം ആ ഒരു സ്വപ്നമാണ്. സന്യാസിമാർക്ക് സ്വപ്നങ്ങളൊന്നുമില്ല. നമുക്ക് വേണ്ടി ഗുരുപരമ്പരയുടെ അനുഗ്രഹത്താൽ അദ്ദേഹം കണ്ട സ്വപ്നം പ്രാവർത്തികമാക്കാൻ നിയോഗിക്കപ്പെട്ട ഈശ്വരൻ്റെ കയ്യിലെ കളിപ്പാവകളായി
ഗുരുപരമ്പരയുടെ കയ്യിലെ കളിപ്പാവകളായി മാറാനുള്ള ഭാഗ്യം ഒരു അവസരം പോലും ഒഴിവാക്കരുത്. നിങ്ങളിവിടയിൽ നിന്ന് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണമെടുത്ത് മാറ്റി വെച്ചാലും അത് ഈ യജ്ഞത്തിനു വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ സേവനമായിരിക്കും എന്നുള്ളതാണ് സത്യം. അത്രത്തോളം നമ്മൾ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ പരിപൂർണ സഹകരണം ഞങ്ങൾക്ക് ഈ യജ്ഞം കൂടുതൽ കൂടുതൽ വിജയത്തിലേക്ക് എത്തിക്കാൻ ആവശ്യമുണ്ട്. അതിന് എല്ലാവരും തയ്യാറാവണമെന്ന് ആദ്യമായി നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ യജ്ഞത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മത്തിന് വളരെ ഏറെ തിരക്കുകളുണ്ടായിട്ടും നമ്മോട് കൂടെ നമ്മെ അനുഗ്രഹിച്ചുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കാനായിട്ടും ഇവിടെ എത്തിച്ച പൂജനീയ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി സ്വാമിജിക്ക് ഗായത്രി മഹായാഗം സ്വാഗത സംഘത്തിൻ്റെ അഗൈതവമായ പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള എല്ലാ സന്യാസി വര്യന്മാർക്കും ഈ ഗായത്രി മഹായാഗത്തിൻ്റെ സംഘാടക സമിതിയുടെ അഗൈതവമായ പ്രണാമം അർപ്പിക്കുന്നു. ഇവിടെ താന്ത്രിക കർമ്മങ്ങൾക്ക് എത്തിച്ചേർന്നിട്ടുള്ള ശ്രീധരൻ തന്ത്രി അവർകൾ, അതുപോലെ നമ്മുടെ പത്മശ്രീ മീനാക്ഷി അമ്മ, പള്ളിയറ രാമേട്ടൻ, സുരേഷ് ജി, ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സജ്ജനങ്ങൾക്കും ഒറ്റ വാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് വളരെ വളരെ വൈകിയതുകൊണ്ട് ഈ വേളയിൽ എല്ലാവർക്കും സുധാകർ ബാബുജി സുധാകർ ബാബുജി അദ്ദേഹമാണ് ഈ യജ്ഞത്തിൻ്റെ ആചാര്യൻ. അദ്ദേഹത്തിനും എല്ലാവർക്കും ആരെങ്കിലും അറിയാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.